ശ്രദ്ധിക്കാം തിരുവെഴുത്തിൽ നിന്ന് ഇന്ന് പകലിലും 2 പത്രോസിന്റെ ലേഖനത്തിൽ നിന്നും അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ നിന്ന് സംസാരിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ ദയവായിട്ട് വായിക്കാം. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. അപ്പോസ്തലനായ പത്രോസ് വിശുദ്ധന്മാരോടും വിശ്വാസികളോടും ദൈവസഭയോടും അതിപ്രധാനപ്പെട്ട ഒരു സന്ദേശം കൈമാറുകയാണ്. അതിങ്ങനെയാണ്: ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. ഈ 9-ാമത്തെ വാക്യത്തിനകത്ത് അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ഒന്നാമതായി ദൈവം വാഗ്ദത്തം ചെയ്തതിൽ വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. രണ്ടാമതായി പറയുന്നു, ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മൂന്നാമതായി രേഖപ്പെടുത്തിയിരിക്കുന്നു, എല്ലാവരും മാനസാന്തരപ്പെടണം. ഈ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, ദൈവം വാക്ക് മാറാത്തവൻ, അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. രണ്ടാമതായി, ആരും ഈ ലോകത്തിൽ നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മൂന്നാമതായി, അതിപ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ് ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല എന്ന് പത്രോസ് ഇവിടെ പറഞ്ഞത്? ആ വാഗ്ദത്തം എന്താണ്? ദൈവസഭയ്ക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച, രക്ഷിക്കപ്പെട്ട, ദൈവകൃപയിലേക്ക് വന്ന, വീണ്ടും ജനനം പ്രാപിച്ച, ദൈവകൽപ്പന അനുസരിച്ച ദൈവസഭകളുടെ ഭാഗമായിരിക്കുന്ന ആത്മമണവാളനായ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ പ്രത്യാശ വയ്ക്കുന്ന ദൈവജനമേ, കർത്താവ് നമുക്ക് നൽകിയ അതിപ്രധാനപ്പെട്ട വാഗ്ദത്തം എന്താണ്? യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദത്തമോ നമ്മുടെ നിത്യജീവനാകുന്നു എന്ന്. എന്നാൽ ഇവിടെ പത്രോസ് പറയുന്ന വിഷയം ഏതാണ്? അതറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, മരണ പുനരുത്ഥാനത്തിന് ശേഷം, താൻ സ്വർഗാരോഹണം ചെയ്യുന്ന സാഹചര്യത്തിൽ താൻ നിന്ന സ്ഥലത്തു നിന്ന് ഒരു മേഘം കർത്താവിനെ മൂടിയിട്ട് ആ മേഘങ്ങളിൽ യേശു കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ, ആ ഒലീവ് മൗണ്ടനിൽ, മൗണ്ട് ഒലിവ്സിൽ, അവിടെ കർത്താവിൻ്റെ അരികിൽ ഏറ്റവും അവസാനം കാത്തു നിന്ന ശിഷ്യഗണങ്ങളോട് ദൈവത്തിൻ്റെ ദൂതന്മാർ പറയുകയാണ്, അവൻ പോകും നേരം, യേശു സ്വർഗാരോഹണം ചെയ്യും നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. അവർ പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താണ്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.
ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യാശയും ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷനും ഹോപ്പുമാണ് ഈ പറയപ്പെട്ട വാഗ്ദത്തം. തൻ്റെ മക്കളെ ചേർക്കുവാൻ, തൻ്റെ ജനത്തെ ചേർക്കുവാൻ യേശു വീണ്ടും വരും, മടങ്ങി വരും. എബ്രായർക്കെഴുതിയ ലേഖനത്തിന്റെ 10-ാം അധ്യായം അതിന് 35 മുതലുള്ള വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിക്കുമോ? എബ്രായർ 10:35 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ്, ക്ഷമ ആവശ്യമാണ്. എന്താണ് ആ വാഗ്ദത്തം? ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞ് വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് യേശു വരില്ല എന്ന്. നിങ്ങൾ ആരും ചിന്തിക്കരുത് അങ്ങനൊരു സംഭവം നടക്കാൻ പോകുന്നില്ല എന്ന്. വരുവാനുള്ളവൻ വരും. കാരണം തിരുവെഴുത്തുകൾക്കകത്ത് യേശുക്രിസ്തുവിൻ്റെ ജനന, മരണ, പുനരുത്ഥാന, പുനരാഗമന വിഷയങ്ങളെക്കുറിച്ചും അന്ത്യകാല, ഭാവികാല ന്യായവിധികളെക്കുറിച്ചും ആഴമേറിയ പ്രവചനങ്ങൾ നിലനിൽക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജനിക്കുവാൻ പോകുന്ന ദൈവപുത്രനാകുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉണ്ടായി. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനായ ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിൻ്റെ പ്രഭു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ കന്യകയിൽ നിന്നും ഈ ഭൂമിയിൽ കടന്നു വരും. ദൈവപുത്രൻ പരിശുദ്ധാത്മാവിനാൽ, സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ, കുടുംബജീവിതത്തിലൂടെ അല്ലാതെ, പരിശുദ്ധാത്മാവിനാൽ മറിയത്തിൻ്റെ ഉദരത്തിൽ ഉളവായി. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വാഗ്ദത്തം അത് നിറവേറപ്പെട്ടു. യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി. അവന്റെ ശരീരം ഉഴവ് ചാലുപോലെ കീറി. യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള ഭാഗങ്ങൾ ആ വാഗ്ദത്തം യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നിർവഹിക്കപ്പെട്ടു. അവന്റെ അടക്കം സമ്പന്നന്മാരോടുകൂടെ ആയിരിക്കും എന്നുള്ള വാഗ്ദത്തം അരിമത്യയിലെ മന്ത്രിയായ ധനാഢ്യനായ യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് നിവർത്തീകരിക്കപ്പെട്ടു. എന്റെ പരിശുദ്ധനെ ഞാൻ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല എന്ന വാഗ്ദത്തം കല്ലിൽ വെട്ടിയ മണ്ണിന്റെ അംശമില്ലാത്ത കല്ലറയിൽ വെച്ച് നിവർത്തിക്കപ്പെട്ടു. അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും ഒടിഞ്ഞുപോയില്ല എന്ന വാഗ്ദത്തം അരിമത്യയിലെ മന്ത്രിയായ യോസഫും നിക്കോദിമോസും അധികാരപത്രവുമായി വന്ന് യേശുവിൻ്റെ ശരീരം ഇറക്കി ശീലകൾ കൊണ്ട് പൊതിഞ്ഞ് കല്ലറയിൽ വെച്ചപ്പോൾ സാധാരണ ക്രൂശിൽ കിടക്കുന്ന കുറ്റവാളികളെ, ക്രൂശിക്കുന്നവരെ അസ്ഥികൾ ഒടിച്ച് താഴ്വരയിലേക്ക് വലിച്ചെറിയുന്ന ആ അനുഭവം യേശുവിനുണ്ടായില്ല. അങ്ങനെ ജനനത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, മരണ പുനരുത്ഥാനത്തെക്കുറിച്ച് ഉള്ള കർത്താവിനെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെട്ടു. എന്നാൽ ഇനി നിവർത്തിക്കപ്പെടുവാൻ ചില വാഗ്ദത്തങ്ങളുണ്ട്, ചില പ്രോമിസുകളുണ്ട്.
ആ പറയപ്പെട്ടതെല്ലാം നടന്നെങ്കിൽ ഈ പറഞ്ഞതും നടക്കും. ആ പറയപ്പെട്ടതെല്ലാം നിവർത്തിക്കപ്പെട്ടെങ്കിൽ ഈ പറയപ്പെട്ടതും താമസം വിനാ നിവർത്തിക്കപ്പെടും. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു പദം അപ്പോസ്തലൻ പറയുകയാണ്, പിന്മാറിപ്പോകരുത്. നിങ്ങൾ പലതും കണ്ട് പിറകിലേക്ക് പോകരുത്. കാരണം നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. 39-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം വിളിച്ചത്, തെരഞ്ഞെടുത്തത് നാശത്തിലേക്ക് പോകുവാനല്ല. നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന, നശിച്ചു പോയിക്കൊണ്ടിരുന്ന എന്നെയും നിങ്ങളെയും കർത്താവ് തിരഞ്ഞെടുത്തത് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ച് വാഗ്ദത്തത്തെ അവകാശമാക്കി കർത്താവിന്റെ വരവിങ്കൽ കാഹളനാദത്തിങ്കൽ പ്രാരംഭത്തിൽ പാടിയതുപോലെ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെട്ട് നിത്യതയിലെത്തുവാനും മരണത്തിനപ്പുറമായൊരു ജീവിതം ഈ ഭൂമിയിൽ മരണപ്പെട്ട് കഴിയുമ്പോൾ മരണത്തിനപ്പുറമായൊരു ജീവിതം ഉണ്ടാകുവാൻ, നിത്യതയിൽ ഉണ്ടാകുവാൻ, കർത്താവിനോടുകൂടെ ആയിരിക്കുവാൻ നാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും നാം ദൈവത്താൽ വിളിക്കപ്പെട്ടും നാം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടുമുള്ള ഒരു സമൂഹമാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. കാരണം ആത്മീയ ലോകത്തിൻ്റെ യാത്ര അങ്ങനെയല്ല. പലരുടെയും നടപ്പും ജീവിതവും ഇരിപ്പും പെരുമാറ്റവും കണ്ടാൽ അവരൊരിക്കലും മരിക്കില്ല എന്ന ചിന്തയാണ്, അല്ലെങ്കിൽ അവരെല്ലാ കാലവും ഈ ലോകത്തിൽ കാണുമെന്നുള്ള ചിന്തയാണ്. ഇല്ലെങ്കിൽ ഈ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നു, അതിനപ്പുറത്ത് വേറൊരു ലൈഫ് ഇല്ല എന്ന ചിന്തയാണ്. അങ്ങനെയല്ല, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. പണ്ഡിതനും പാമരനും, ഉയർന്നവനും താണവനും, ധനാഢ്യനും വിശ്വാസിയും അവിശ്വാസിയും ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം നിശ്ചയമാണ്. ആ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ ഉറപ്പിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം സഭ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം കർത്താവിൻ്റെ വരവിനെ അതിശക്തമായി വിളിച്ചറിയിക്കുന്നു. അതുകൊണ്ട് സഭയെ, സമൂഹമേ, ഇന്നെന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ ഇനി കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ അധികം വൈകത്തില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്? നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ കാണുമ്പോൾ യേശു കർത്താവിൻ്റെ വരവിൻ്റെ പല ലക്ഷണങ്ങളും യേശു പറഞ്ഞ് ഞാൻ ഇന്ന് വായിപ്പിക്കുന്നുണ്ടത്. പല കാര്യങ്ങളും നാം ഇന്ന് ലോകത്തിൽ കാണുന്നുണ്ട്. എന്തുകൊണ്ട് യേശു ഇന്നലെ വന്നില്ല? എന്തുകൊണ്ട് യേശു ക്രിസ്തു കഴിഞ്ഞ മാസം വന്നില്ല? എന്തുകൊണ്ട് യേശു കർത്താവ് കഴിഞ്ഞ വർഷം വന്നില്ല? എന്താണ് ആ വരവ് വൈകുന്നതിൻ്റെ കാരണം? വളരെ വ്യക്തമായി അപ്പോസ്തലൻ പറയുന്നു, ആരും നശിച്ചു പോകാതിരിക്കുവാൻ, ചിലരും കൂടെ രക്ഷിക്കപ്പെടുവാൻ, ചിലരും കൂടെ കർത്താവിലേക്ക് വരുവാൻ ദൈവം ക്ഷമയോടെ കാത്തിരിക്കുന്നു. കാരണം മനുഷ്യനെ ഇടുവാനും മനുഷ്യാത്മാവിനെ വലിച്ചെറിയുവാനുമുള്ള ഇടമല്ല നരകം അല്ലെങ്കിൽ പാതാളം. അത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ്. മനുഷ്യനായി ദൈവം നിർമ്മിച്ചത് നിത്യതയാണ്, സ്വർഗമാണ്. യോഹന്നാൻ 14 യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ആ സ്ഥലം നിങ്ങൾക്കായി ഒരുക്കിയാൽ ഞാൻ വീണ്ടും വന്ന് വേഗം വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. മനുഷ്യനായ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്, വിശ്വസിക്കേണ്ടത്, ഏറ്റെടുക്കേണ്ടത് യേശു ഒരുക്കുന്ന
ആ ഭവനത്തിൽ എത്തണം എന്നുള്ളതാണ്. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും, വീണുപോയ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യനരകത്തിലേക്ക് പോകുവാനല്ല സുഹൃത്തെ, സഹോദര സഹോദരി, ദൈവ പൈതലെ, ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയമാണ് അപ്പോസ്തലൻ ഇവിടെ വെളിപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ ഹൃദയം, അവൻ്റെ ഹൃദയത്തിലെ വാഞ്ച ആരും നശിച്ചു പോകരുതെന്നാണ്. നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചെന്ന എൻ്റെ വിശ്വാസം. നശിച്ചു പോകരുത് എന്നല്ല എഴുതിയിരിക്കുന്നത്, ആരും നശിച്ചു പോകരുത് എന്നാണ്. ഒരു കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ മറ്റാരുടെയെങ്കിലും ഒക്കെ നാശം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിലെ നാശവും തകർച്ചയും കാണുവാൻ നിങ്ങൾ ഇച്ഛിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ, യു ആർ നോട്ട് എ ചൈൽഡ് ഓഫ് ഗാഡ്. നിങ്ങൾ ഒരിക്കലും ഒരു ദൈവത്തിൻ്റെ പൈതലല്ല. കാരണം നിങ്ങളുടെ ദൈവം, എൻ്റെ ദൈവം അങ്ങനെ ഒരാളല്ല. ദൈവം ആരുടെയും നാശം കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയോട്, നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തോട്, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തോട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവെഴുത്തുകളിൽ നിന്ന് വ്യക്തമാക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ തലമുറയും നിങ്ങളുടെ ഭവനത്തിലുള്ളവരും നിങ്ങളുടെ രക്തത്തിൽ നിന്ന് രക്തവും മാംസത്തിൽ നിന്ന് മാംസമായവരും നിങ്ങളുടെ സഹജീവികളും സഹപ്രവർത്തകരും നിങ്ങളുടെ അയൽപക്കത്തുള്ളവരും നിങ്ങളുടെ നാട്ടുകാരും ആരും നശിച്ചു പോകുവാൻ, നശിക്കുന്നത് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നശിച്ചുപോയ മാനവകുലത്തെ, നാശത്തിലേക്ക് നിബന്ധിച്ച മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ ദൈവം ഒരുക്കിയ പദ്ധതിയാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു ജീവിത രൂപാന്തരത്തിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ജീവിത രൂപാന്തരം നിങ്ങൾക്ക് തരുന്നത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധമാണ് അവൻ നിങ്ങളുടെ മേൽ ധാരാളമായി പകരുന്ന തൻ്റെ ആത്മാവാണ്. ഇന്നെന്നെ കേൾക്കുന്ന ചില വ്യക്തികൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എന്നിലൊരു മാറ്റം ഉണ്ടാകണം, എൻ്റെ കുഞ്ഞുങ്ങളിലൊരു മാറ്റം ഉണ്ടാകണം, എൻ്റെ ദേശത്തിലൊരു രൂപാന്തരം ഉണ്ടാകണം. മദ്യപാനത്തിൽ പിടിക്കപ്പെട്ട് പലരും നശിക്കുന്നു, ദുർശീലങ്ങളിൽ പിടിക്കപ്പെട്ട് പലരും നശിക്കുന്നു. എത്ര ഉപദേശിച്ചിട്ടും, എത്ര പറഞ്ഞിട്ടും, എത്ര വചനം കേട്ടിട്ടും, എന്തെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും അവരാ വഴികളെ വിട്ടു തിരികെ വരുന്നില്ല. അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, മറ്റാർക്കൊക്കെയോ വേണ്ടി ആ നിലകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രത്യേകമായ കാലഘട്ടത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറയാം. ദൈവത്തിന്റെ ആത്മാവ് അതിവേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ഒന്ന്, പിശാചിന് ഇനി അധികം നാളുകളില്ല എന്നവൻ അറിയാം. സാത്താൻ അറിയാം ഇനി അധികം നാളുകൾ അവനില്ല. ഇത്രയും വർഷം ഏദൻ തോട്ടം തുടങ്ങി എന്റെയും നിങ്ങളുടെയും ഈ കാലഘട്ടം വരെ അതിശക്തമായ നിലയിൽ പലതിനെയും വഴിതെറ്റിച്ച്, വഞ്ചിച്ച്, തമ്മിലടിപ്പിച്ച്, ദുഷ്ടചിന്തകൾ കൊണ്ട് നിറച്ച്, അനാത്മീയരാക്കി പലതിനെയും മാറ്റി. ഈ പൈശാചിക മണ്ഡലത്തിന് ഇനി അധിക കാലഘട്ടമില്ലെന്ന് വ്യക്തമായി അറിയാം. കാരണം അനന്തരം യഹോവയുടെ ഒരു ദൂതൻ ഒരു ചെങ്ങലയാൽ അവനെ ബന്ധിച്ച് അഗാധ കൂപത്തിലേക്ക് വലിച്ചെറിയുന്ന പിശാചിന്റെ ഫൈനൽ ഡേയ്സ് വന്നു കഴിഞ്ഞു. അവന്റെ അവസാന ദിവസങ്ങൾ വന്നു കഴിഞ്ഞു എന്ന് സാത്താന് വ്യക്തമായി അറിയാം. അപ്പൊ പിശാച് എന്നാ ചെയ്യും? എന്തായാലും ഇനി അവൻ അധിക നാളുകളില്ല, കർത്താവ് വരാറായി. അതുകൊണ്ട് അവൻ അതിവേഗത്തിൽ പലതിനെയും വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാനും, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് പുറകിലേക്ക് വലിക്കാനും, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളയാനും അതിശക്തമായ ശ്രമങ്ങൾ നടത്തും. ആ ശ്രമങ്ങൾ
ഇന്ന് ഈ ലോകത്തിൽ പലയിടത്തും നിങ്ങൾ കാണുന്നുണ്ട്. ഒരു 50 വർഷം പുറകിൽ ജീവിച്ചവർ, ഒരുപക്ഷെ 70 വയസ്സുള്ളവർ, 65 വയസ്സുള്ളവരൊക്കെ എന്നെ കാണുന്നുണ്ട്. പ്രിയ മാതാപിതാക്കൾ, പ്രായമുള്ള എൻ്റെ സഹോദരങ്ങൾ, അവർ പറയുന്നു ഇങ്ങനൊരു കാലഘട്ടം അവരുടെ ജീവിതത്തിൽ അവർ കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് COVID-19 കുറിച്ച് മാത്രമല്ല, ഇത്രയും അധംപതിച്ച, സ്നേഹം നഷ്ടപ്പെട്ട, സ്വസ്നേഹികളായി മനുഷ്യൻ ജീവിക്കുന്ന, പണത്തിന് വേണ്ടി, ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുവാൻ തയ്യാറാകുന്ന, അത് വിചാരിക്കരുത് പുറത്ത് മാത്രമാണ്, ആത്മീയ സഭയ്ക്കകത്തും ഏത് വ്യക്തിയെയും തകർത്ത്, ഏത് വ്യക്തിയെയും ഇല്ലായ്മ ചെയ്ത് ജീവിതത്തിൽ സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ, സ്വന്തം പ്രാപ്തിയിലെത്തുവാൻ എന്തു തിന്മയും ചെയ്യുന്ന, പ്രചരിപ്പിക്കുന്ന ഒരു സമൂഹത്തെ നിങ്ങൾക്ക് ലോകത്ത് കാണാം. ഇതെല്ലാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണ. കാരണം ഈ 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ യേശുവിന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ ഒരു പ്രധാന ലക്ഷണം അവിടെ പറയുന്നുണ്ട്. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. സ്വന്തം മോഹങ്ങളെ അനുസരിച്ചു നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. അന്ത്യകാല ലക്ഷണങ്ങൾ COVID-19 മാത്രമല്ല. അന്ത്യകാല ലക്ഷണം ക്ഷാമവും ഭൂകമ്പവും മാത്രമല്ല. അന്ത്യകാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരും. അത് വിശേഷാൽ, അതൊരു വിശേഷ കാര്യമാ, വിശേഷാൽ അത് അറിഞ്ഞുകൊള്ളുവീൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സഭയെ ഒരുങ്ങുക. ഒരു ഭാഗത്ത് അതിശക്തമായി പിശാച് തന്റെ അവസാന കാലഘട്ടം അടുത്തു എന്ന തിരിച്ചറിവോടെ അതിശക്തിയോടെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദൈവം ക്വയറ്റാണെന്ന്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പിശാച് അതിശക്തിയോട് അവന്റെ അവസാന നാളുകൾ അടുത്തു എന്നറിഞ്ഞതിനാൽ പലരെയും തെറ്റിക്കുവാൻ, വഴിതെറ്റിക്കുവാൻ, പലരെയും കയ്യിലെടുത്ത് പിശാച് പലതിനെയും പ്രയോജനപ്പെടുത്തുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടോ ദൈവം സൈലന്റായി തന്റെ ത്രോണിൽ, തന്റെ സിംഹാസനത്തിൽ വായും പൂട്ടിയിരിക്കുമെന്ന്? നോ. പിശാച് ചലിക്കുന്നതിനേക്കാൾ അതിവേഗത്തിൽ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുന്നു. സാത്താന്യ മണ്ഡലങ്ങൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ അതിവേഗത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? സകലരെയും ആ പെട്ടകത്തിനകത്ത് കയറ്റുവാൻ. ഞാൻ ഓർക്കുകയായിരുന്നു, നേരത്തെയൊക്കെ ഞാൻ സഭായോഗത്തിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത്, ആ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു ഞായറാഴ്ച 3000 പേരോട് 4000 പേരോട് ദൈവവചനം പ്രസംഗിക്കാറുണ്ടായിരുന്നു. മറ്റു ചില ചർച്ചകളിലേക്ക് ചെന്നാൽ അത്രയും ഇല്ല, 500 പേര് 300 പേര്. കൊട്ടാരക്കരയിലാണുമ്പോൾ അത്രയും പേര്. മറ്റ് പല സ്ഥലങ്ങളിൽ ചെന്നാൽ 1000 പേര് 2000 പേര് ഞായറാഴ്ചകളിൽ. പക്ഷെ ഇന്ന് സംഭവങ്ങളൊക്കെ കർത്താവ് മാറ്റിയിരിക്കുകയാണ്. ഒരു ഞായറാഴ്ചത്തെ സഭായോഗം കഴിഞ്ഞ് വൈകുന്നേരം ഏകദേശം 5 മണിക്കകത്ത് അത് 14,000 15,000 പേരായി തീരുന്നു. 10,000ങ്ങളിലേക്ക് ഇന്ന് ഈ സുവിശേഷം വേഗത്തിൽ സ്പ്രെഡ് ചെയ്യിക്കുകയാണ്. ഹല്ലേലൂയ. പണ്ടൊരു യോഗത്തിന് പോകണമായിരുന്നെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ചൂട്ട് കത്തിച്ച് വരമ്പിലൂടെ നടന്ന് പെട്രോൾ മാക്സ് ലൈറ്റ് എടുത്ത് പിടിച്ച് മുമ്പിൽ ആരെങ്കിലും നടന്ന് പുറകിൽ ഇങ്ങനെ നിരയായി യോഗത്തിന് പോകുമായിരുന്നു. പല ബസ്സുകൾ കയറി ഇറങ്ങിയൊക്കെയാണ് ഒരു കൺവെൻഷനൊക്കെ പണ്ടുള്ളവർ പോകുന്നേ. 1999 ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ ആ കാലഘട്ടത്തൊക്കെ എത്രയെല്ലാം ദൂരത്ത്, പുനലൂരും കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ പല മീറ്റിങ്ങുകൾക്ക്, പല പ്രസംഗകരുടെ ശുശ്രൂഷ കേൾക്കാൻ, അവരുടെ മെസ്സേജ് ഒന്ന് കേൾക്കാൻ ഞാൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നെല്ലാം നിങ്ങളുടെ വീട്ടിൽ വരികയാണ്, നിങ്ങളുടെ വിരൽ തുമ്പിൽ വരികയാണ്, നിങ്ങളുടെ കൈക്കുമ്പിളിൽ എത്തുകയാണ്. മറക്കരുത്, പിശാച് തന്റെ അവസാനം അടുത്തു എന്നറിഞ്ഞ് ഒരു ഭാഗത്ത് അവൻ അതിശക്തിയോടെ പലതിനെയും വലിച്ചിഴച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തുമ്പോൾ, മറുഭാഗത്ത് അതിനേക്കാൾ വേഗത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, പരിശുദ്ധാത്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണെന്നറിയാമോ? ആരും നശിച്ചു പോകാതിരിക്കുവാൻ. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ, അത് ആരും നശിച്ചു പോകരുതെന്ന്.
ആരും തകർന്നു പോകരുതെന്ന്. ആരുടെയൊക്കെയോ നാശം കാണുവാൻ, ആരുടെയൊക്കെയോ തകർച്ച കാണുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. നിങ്ങളുടെ മേളിൽ ഏതാത്മാവാ വ്യാപരിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ശോധന ചെയ്യണം. കാരണം ദൈവം അങ്ങനെയല്ല, ദൈവം അതല്ല. ആരും നശിച്ചു പോകരുതെന്നാണ് അവൻ്റെ ആഗ്രഹം. എല്ലാവരും ജീവരക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. ആരും നശിച്ചു പോകാതിരിക്കണമെങ്കിൽ എന്നാ ചെയ്യണം? അതാണ് അടുത്ത വാക്യം. എല്ലാവരും മാനസാന്തരപ്പെടണം. 3 കാര്യങ്ങളാണ് ഈ ഭാഗത്ത് കർത്താവ് പറയുന്നു. 1, ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. 2, സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ ഹൃദയം ആരും നശിച്ചു പോകരുത് എന്നാണ്. 3, ആരും നശിച്ചു പോകാതിരിക്കാൻ ഒരു സൊല്യൂഷൻ അവിടെ പത്രോസ് പറയുന്നു, എല്ലാവരും മാനസാന്തരപ്പെടണം. എന്താണ് ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ? പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ മാനസാന്തരം എന്ന വിഷയത്തിന് വളരെ പ്രാധാന്യതയുണ്ട് ദൈവജനമേ. അപ്പോസ്തല പ്രവർത്തികൾ 26-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, ആദ്യം ദമസ്കസിലും യെരൂശലേമിലും യഹൂദ്യ ദേശത്തെങ്ങുമുള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. ആ ഒരൊറ്റ വാക്യത്തിൽ വ്യക്തമാണ് what is the meaning of repentance. ആ ഒരൊറ്റ വാക്യത്തിൽ വ്യക്തമാണ് എന്താണ് മാനസാന്തരം. ദൈവത്തിലേക്ക് തിരിയുക. Come on, let us return to the Lord. ദൈവത്തിലേക്കുള്ള മടങ്ങിവരവാണ്, ക്രിസ്തുവിലേക്കുള്ള തിരിച്ചുവരവാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതാണ് പൗലോസ് പറഞ്ഞത്, മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യുക. അപ്പോൾ റിപ്പന്റഡായ ഒരു മനുഷ്യനിൽ, മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യനിൽ പ്രവൃത്തികളുണ്ട്. പ്രവൃത്തി കൂടാതെയാണ് രക്ഷിക്കപ്പെടുന്നത്. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. അതിന് നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല. ദൈവത്തിൻ്റെ കൃപയാലാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചത്. ദൈവത്തിൻ്റെ കൃപയാലാണ് ഇത്ര വലിയ രക്ഷ നമുക്ക് സ്വായത്തമാക്കുവാൻ സാഹചര്യമുണ്ടായത്. പക്ഷേ സഭയെ, ദൈവജനമേ തിരിച്ചറിയുക, മാനസാന്തരപ്പെട്ടവർക്ക്, രക്ഷിക്കപ്പെട്ടവർക്ക് പ്രവൃത്തി വേണോ എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഇവിടെ വ്യക്തമാണ്. ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെടുക മാത്രമല്ല, മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികളും മാനസാന്തരപ്പെട്ടവരിൽ ഉണ്ടാകണമെന്ന് അപ്പോസ്തലൻ പ്രസംഗിച്ചു. അപ്പോൾ മാനസാന്തരപ്പെട്ടവർക്ക് പ്രവൃത്തികൾ ഉണ്ടാകണം. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സകലത്തിലും സൽഗുണ സമ്പൂർണരാകുവീൻ എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കൊടിയ കാറ്റ് അപ്പോസ്തലന്മാരുടെ മേൽ അടിച്ചപ്പോൾ എൻ്റെ ചിന്തയിൽ ആ കാറ്റ് അവരുടെ ഭയത്തെ, അവരുടെ ആകുലതയെ, അവരുടെ ദേഷ്യത്തെ, അവരുടെ അനുസരണക്കേടിനെ മുഴുവൻ എടുത്തുകൊണ്ട് പോയി. അവരുടെ ജീവിതം ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു, രൂപാന്തരപ്പെട്ടു. ആ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നിന്ന് 3-ാം അധ്യായത്തിലേക്ക് പത്രോസും യോഹന്നാനും ഒക്കെ ഇറങ്ങി വരുമ്പോൾ മറ്റൊരു വ്യക്തിത്വമായിട്ടാണ് അവർ പുറത്തു വരുന്നത്. കാരണം ആ ട്രാൻസ്ഫോർമേഷൻ, ആ രൂപാന്തരം അവരുടെ പ്രവൃത്തികളിൽ വെളിപ്പെട്ടു. നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചെങ്കിൽ, നിങ്ങളൊരു ജീവിത രൂപാന്തരം ഉണ്ടായെങ്കിൽ അത് നിങ്ങളുടെ വീട്ടുകാരറിയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജീവിത രൂപാന്തരം സംഭവിച്ചെങ്കിൽ നീയുമായി അസോസിയേറ്റ് ചെയ്യുന്ന നിന്റെ സഹപ്രവർത്തകർ അത് തിരിച്ചറിയണം. നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം സംഭവിച്ചെങ്കിൽ നിങ്ങളുടെ കമ്പനിയിലുള്ളവർ അത് തിരിച്ചറിയണം. നിങ്ങളുടെ കോളേജിൽ നിങ്ങളോടൊപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത് തിരിച്ചറിയണം. ഹല്ലേലൂയ. മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യുവീൻ.
എന്താ ഈ റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞ അതിനെന്തെങ്കിലും, ആ സബ്ജക്റ്റിന് എന്തെങ്കിലും പ്രാധാന്യതയുണ്ടോ? ഈ വിശുദ്ധ ബൈബിളിനകത്ത് എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ അതിനുള്ളൂ: റിപ്പൻറ്റൻസ്, മാനസാന്തരപ്പെടുക. അതെന്താ ബ്രദർ അങ്ങനെ പറഞ്ഞേ? അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് പറയാം, വായിച്ച് കേൾപ്പിക്കാം. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം, യേശുവിൻ്റെ പ്രസംഗം. നമുക്ക് യേശു തൊട്ട് തുടങ്ങാം. യേശുവിൻ്റെ പ്രസംഗം: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഇതാരുടെ മെസ്സേജാ? ഇത് യേശു ക്രിസ്തുവിൻ്റെ മെസ്സേജാണ്. ഈ പ്രസംഗിക്കുന്നവർക്ക് ശരിക്കും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവം സന്ദേശം കൊടുക്കുന്ന പ്രസംഗകർക്ക് പലപ്പോഴും അവരുടെ പ്രസംഗത്തിനൊരു ടൈറ്റിൽ കാണും. അവരാ പ്രസംഗിക്കുന്ന സബ്ജക്റ്റിൽ അവർ നിൽക്കും. അവർ പ്രസംഗിച്ചതിനെ ദൈവം അടയാളങ്ങളാൽ, അത്ഭുതങ്ങളാൽ ഉറപ്പിക്കും. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മെസ്സേജ്, ആ മെസ്സേജിന്റെ ടോപ്പിക് റിപ്പൻറ്റൻസ് ആയിരുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. യേശുവിൻ്റെ പ്രസംഗം. യേശുവിനെ സ്നാനപ്പെടുത്തിയ ആളാണ് യോഹന്നാൻ സ്നാപകൻ. അബിയാക്കൂറിന്റെ നിയമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷ ചെയ്ത സക്കറിയാവിൻ്റെയും എൽസബത്തിൻ്റെയും വാഗ്ദത്തപുത്രൻ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ, ശക്തൻ, അതിശക്തനായിരുന്ന പ്രവാചകൻ, ദൈവപുത്രനെ സ്നാനപ്പെടുത്തിയവൻ. ആ ജോൺ ദി ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകന്റെ മെസ്സേജ് എന്നായിരുന്നു? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-2 വാക്യത്തിൽ ജോൺ ദി ബാപ്റ്റിസ്റ്റിന്റെ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാം. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചേ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അപ്പോസ്തലന്മാരിലേക്ക് വരാം. അപ്പോസ്തലന്മാരുടെ മെസ്സേജ് എന്നായിരുന്നു? മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 12-13 വാക്യം. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു, വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേക രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. ഈ റിപ്പൻറ്റൻസ് പ്രസംഗിക്കപ്പെടുന്നിടത്ത് ഹീലിങ്സ് നടക്കുമായിരുന്നു. ശ്രദ്ധിച്ചു കേട്ടോണം. രോഗസൗഖ്യത്തിന് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് സൗഖ്യം ഉണ്ടാകാൻ ഞാൻ പറയാം. അസ്ഥികൾക്കൊക്കെ വേദനയുള്ളവരും എത്ര പ്രാർത്ഥിച്ചിട്ടും മാറാത്ത എന്തെങ്കിലും രോഗമുള്ളവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവരോർക്കുക, ക്ഷമിക്കാനുള്ള ചിലരോട് ക്ഷമിക്കുക, വിട്ടുകളയാനുള്ള കാര്യങ്ങളെ ജീവിതത്തിൽ വിട്ടുകളക. നിങ്ങളുടെ ജീവിതത്തെ ഒരു വേസ്റ്റ് ബിൻ പോലെ, ഒരു ഗാർബേജ് പോലെ കൊണ്ടുവന്ന് തിന്മകൾ നിറയ്ക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട് നിങ്ങൾ വിട പറയുക. പല രോഗങ്ങളുടെയും മൂലകാരണം പാപമാണ്. ഹല്ലേലൂയ. മാനസാന്തരം നടക്കുന്നിടത്ത്, റിപ്പൻറ്റൻസ് വെളിപ്പെടുന്നിടത്ത് കൂട്ടമായ ഹീലിങ്ങുകൾ സംഭവിക്കാറുണ്ട്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു, ഒത്തിരി ഭൂതം അവിടെ ഇറങ്ങിപ്പോയെന്നാ പറയുന്നേ. കാരണം പാപത്തിലേക്ക് വലിച്ചഴയ്ക്കുന്നത് ദൈവമല്ല, ഇവനെ കൊണ്ട് നടന്ന് ഈ തിന്മയെല്ലാം ചെയ്യിക്കുന്നത് ദൈവമല്ല. ഒരു മാനസാന്തരപ്പെട്ടപ്പോഴത്തേന് ഈ കക്ഷി അങ്ങ് പുറത്തുപോയി. ഏത് കക്ഷിയാ? ഈ ഭൂതം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളൊരു സഭ മാറിയത് കൊണ്ടോ, ഒരു സഭയിൽ നിന്ന് ചാടി വേറൊരു സഭയിൽ പോയത് കൊണ്ടോ, നിങ്ങളേതെങ്കിലും ഒരു വലിയ പാസ്റ്റർ കൂടെ നിന്നത് കൊണ്ടോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കണമെന്നില്ല, സംഭവിക്കുകയില്ല. അതൊന്നും അല്ല അതിൻ്റെ കാരണം. റിപ്പന്റ് യുവർ സെൽഫ്. ദൈവവചനത്തിന് മുമ്പിൽ മാനസാന്തരപ്പെടുക. നിന്നെ പാപ വഴിയിലേക്ക് നയിക്കുന്ന ദുർഭൂത ശക്തികൾ നിന്നെ വിട്ടുപോകുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ അകത്തേക്ക് വരുമ്പോൾ, യേശു ക്രിസ്തു നിന്റെ ആത്മമനുഷ്യനിൽ ജനിക്കുമ്പോൾ, ഭൂതം തന്നെ പോവും.
രോഗം സൗഖ്യമാകും. വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. കാരണം ദൈവത്തിനൊരിക്കലും പഴയ തുരുത്തിയിൽ പുതിയത് പകരാൻ പറ്റില്ല. ദൈവത്തിന് പുതിയത് പകരാൻ കഴിയണമെങ്കിൽ തുരുത്തി മാറണം. പഴയ തുരുത്തിയുമായിരിക്കുന്നത് ഈ ലോക്ക്ഡൗൺ കഴിയുമ്പോൾ കർത്താവിൻ്റെ വരവ് വൈകിയാൽ എനിക്കറിയില്ല, എൽഷദായിലെ മുഴുവൻ പാസ്റ്റർമാരോടും വിശ്വാസികളോടും എനിക്ക് പറയാനുള്ളത്, ഇനി ഒന്നിച്ചു കൂടി വരാൻ ഒരു സാഹചര്യം ദൈവം തന്നാൽ, മാനസാന്തരപ്പെട്ടവർ, ദൈവകൃപയെ നിൽക്കുന്നവർ, എക്സ്ക്യൂസ് മീ, അവരെന്നോട് ക്ഷമിക്കുക, ഞാൻ നിങ്ങളോടല്ല പറയുന്നത്, ബാക്കിയുള്ളവർ പറയുന്നു, മാനസാന്തരപ്പെടാതെ, നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താതെ നീ ദൈവസന്നിധിയിൽ വരരുത്, കർത്തൃമേശ എടുക്കരുത്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അപ്പോസ്തലന്മാരുടെ മെസ്സേജ് റിപ്പന്റൻസ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാമത്തെ വാക്യം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഹല്ലേലൂയ. വേദപുസ്തകം വായിക്കുന്നവർക്ക് ഒരു ചിന്ത ഞാൻ തരുന്നു. സുവിശേഷങ്ങൾ ആരംഭിക്കുന്നത് റിപ്പന്റൻസ് എന്ന സബ്ജക്റ്റിൽ നിന്നാണ്. മാനസാന്തരപ്പെടണം, മടങ്ങി വരണം എന്നുള്ള വിഷയത്തിൽ നിന്നാണ്. ഈ പുസ്തകത്തിൽ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാടിന്റെ പുസ്തകം അവസാനിക്കുന്നത് എന്ന് വെച്ചാൽ ആരംഭം മാനസാന്തരത്തിൽ. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ഇത്രയൊക്കെ യേശുവും അപ്പോസ്തലന്മാരും ഒക്കെ മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടും പറഞ്ഞിട്ടും മാനസാന്തരപ്പെടാതെ പോയ സഭയെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ആ ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കി ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയാൻ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. യേശുവും അപ്പോസ്തലന്മാരും എല്ലാം കണ്ടിന്യൂസ്ലി കൊടുത്ത മെസ്സേജ് റിപ്പന്റഡ് ആകണം, നിങ്ങൾ മാനസാന്തരപ്പെടണം, മടങ്ങി വരണം എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളോടുള്ള സന്ദേശം കൈമാറുമ്പോൾ അത് കംപ്ലീറ്റ്ലി അവർ റിപ്പന്റഡ് ആകാതെ പോയതിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എഫെസോസിലെ സഭയോട് എന്നാ പറഞ്ഞു? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നൊരു കുറവ് എനിക്ക് നിന്നെ കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ ഞാൻ വരികയും മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ദൈവമക്കളെ, ദൈവം ഒരു വ്യക്തിയെ തൻ്റെ രാജ്യത്തിൽ നിലനിർത്തുന്നത് അവൻ്റെ റിപ്പന്റൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. കാരണം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, തോട്ടക്കാരനോട് പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. മോളെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലിൽ കായ്ച്ചില്ലെങ്കിലോ വെട്ടിക്കളയാം. നിന്റെ വിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കാതിരിക്കണമെങ്കിൽ, ഈ പ്രത്യേക സാഹചര്യത്തിലും ലോക്ക്ഡൗൺ കാലഘട്ടത്തിലും താങ്കളൊരു അനുഗ്രഹമായിരിക്കണമെങ്കിൽ, എൻ്റെ മനസ്സിലൊരു ചിന്ത ദൈവം തന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞു, ഇതൊക്കെ കഴിയുമ്പം പലതും ഫീൽഡിൽ കാണുകയില്ല. എനിക്ക് ചിലരെയൊക്കെ ഓർത്തങ്ങ് അത്ഭുതം തോന്നുകയാണ്. ഇത്രയും നല്ലൊരു അവസരം പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും മടങ്ങി വരാനും ഗവൺമെന്റും പോലീസും ഒക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അധികം വെളിയിൽ പോകരുത്, പുറത്തോട്ട് ഇറങ്ങരുതെന്നാ. സ്തോത്രം. എന്നാൽ ഇതൊക്കെ വലിച്ചു കെട്ടി അങ്ങ് ചാടുക, വീട്ടിരിക്കുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, ഉപവസിക്കുകയില്ല. ഇത്രയും 8-9 മാസമായി ഒരു മെസ്സേജ് പോലും പ്രിപ്പയർ ചെയ്യാത്ത ഉപദേശിമാരെ എനിക്കറിയാം. ഒരു മെസ്സേജ് പോലും, ദൈവസന്നിധി ഇരുന്ന് ഒരു ശബ്ദം പോലും കേൾക്കാത്തവരെ അറിയാം. ഒരു ദൈവശബ്ദം പോലും. ഈ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങിയ സമയത്തെ നമുക്ക് ആ ഒരു പഴയ നമ്മുടെ ആ ലൈഫിനെ പലർക്കും മിസ് ചെയ്തായിരുന്നു.
എനിക്കൊക്കെ ഒത്തിരി മിസ് ചെയ്തിരുന്നു. കാരണം ആ തുടങ്ങിയ സമയത്ത് ആ തിരക്കുള്ള ഓടി നടക്കുന്നു, മീറ്റിങ്ങിന് പോകുന്നു, ശുശ്രൂഷകൾക്ക് പോകുന്നു, എപ്പോഴും ബിസി ആയിട്ട് നിൽക്കുന്നു. നിങ്ങളാണെങ്കിൽ എപ്പോഴും തിരക്കായിട്ട് നിൽക്കുന്നു, പ്രാർത്ഥനയ്ക്ക് വരുന്നു, ലീഡർഷിപ്പ് മീറ്റിങ്ങിന് പോകുന്നു, കെയർസെൽ നടത്താൻ പോകുന്നു. ഞാൻ ഭയങ്കര ബിസി ആയിട്ട് നിൽക്കുന്നു. ആ സമയം തുടങ്ങിയ സമയത്ത് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ചെറിയ അസ്വസ്ഥതയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, നല്ലൊരു സമയം പ്രാർത്ഥിക്കാൻ, ഉപവസിക്കാൻ, വചനം ധ്യാനിക്കാൻ, എഴുതാൻ, പഠിക്കാൻ, പണിയപ്പെടാൻ ദൈവം തന്നു. തിരക്കുകളില്ല, ആൾക്കൂട്ടങ്ങളില്ല, ബഹളങ്ങളില്ല. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പം പഴയ ഒരു ലൈഫിനെ നിങ്ങൾക്ക് മിസ് ചെയ്തില്ലേ? തിരക്കുള്ളൊരു ജീവിതത്തെ. ആത്മീയരായ ചിലർക്ക്, പ്രാർത്ഥിക്കുന്ന ചിലർക്ക്, ഈ പ്രത്യേക കാലഘട്ടത്തെ പ്രയോജനപ്പെടുത്തിയ ചിലർക്ക് ഈ കോവിഡ് എല്ലാം കഴിഞ്ഞ് ആ തിരക്ക് പിടിച്ച ജീവിതം വീണ്ടും വരും. കർത്താവിൻ്റെ വരവ് വൈകിയാൽ ആ സമയത്ത് ഈ സമയത്തെ അവർക്ക് മിസ് ചെയ്യും. പ്രൈസ് ഗോഡ്. നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റുകയില്ല ഇതുപോലൊരു സമയം തരണേന്ന്. പിന്നെ പക്ഷേ അതും ഒന്നും മിസ് ചെയ്യാത്തവരുണ്ട്. അവർ പിന്നെ അങ്ങ് ജീവിക്കുന്നതേ. അവരെ അങ്ങ് നമുക്ക് ഈ സൈഡിൽ ഒരു കസേര ഇട്ട് അവരെ അവിടെ വിട്ടേക്കാം. അവർക്ക് അതും മിസ് ചെയ്യുന്നില്ല, ഇവർക്ക് ഇതും മിസ് ചെയ്യുന്നില്ല, അവർക്കൊന്നുമേ മിസ് ചെയ്യുന്നില്ല. അവരിങ്ങനെ അങ്ങ് പോകുന്നു. എന്ത് ഓൾഡ് ലൈഫ്, എന്ത് ന്യൂ ലൈഫ്, അവരിങ്ങനെ പോകുന്നു. ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. ഏതിൽ വീണിരിക്കുന്നെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ എല്ലാവർക്കും ദൈവം അനുവദിച്ച് തന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കോവിഡ്-19 കാലഘട്ടം. അതിനകത്തും നീ വന്നില്ലെങ്കിൽ നശിച്ചു പോകരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ കൈവിടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇതിനേക്കാൾ വലിയൊരു സാഹചര്യം ഇനി വേറെ എന്നാ തരാനാ? വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കാനും, വചനം ധ്യാനിക്കാനും, പണിയപ്പെടാനും, കുടുംബത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കാനും, നഷ്ടപ്പെട്ട ബന്ധങ്ങളെല്ലാം റിസ്റ്റോർ ചെയ്യാനും ഒക്കെ ദൈവം തന്നിരിക്കുന്ന ഈ ഒരു സമയത്തെ പോലും യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അവരെന്തിനുള്ളവരാ അറിയില്ല. ഞാൻ ആ വിഷയത്തിൽ നിന്ന് വരിക. എഫെസോസിലെ സഭയോട് കർത്താവ് പറയുന്നു, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നൊരു കുറവ് എനിക്ക് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടവരെന്നെ കേൾക്കുന്നെങ്കിൽ, രക്ഷിക്കപ്പെട്ട നാളിൽ, കർത്താവിനെ അറിഞ്ഞ നാളിൽ, ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് വന്ന നാളിൽ, സ്നാനപ്പെട്ട നാളിൽ, ജീവിതം കർത്താവിനായി സമർപ്പിച്ച നാളിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്ന ദൈവസഭയെ ആ ആദ്യ സ്നേഹം ഇപ്പോഴുണ്ടോ? പഴയതുപോലെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആ കണ്ണ് നിറയുന്നുണ്ടോ? നേരത്തെയൊക്കെ 2 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ 2 മിനിറ്റ് ആയതുപോലെ നിങ്ങൾക്ക് തോന്നാറുള്ളായിരുന്നു. ഇപ്പൊ 2 മിനിറ്റ് ഇരുന്ന 2 മണിക്കൂർ ആയതുപോലെ തോന്നുന്നെങ്കിൽ നീ പിന്മാറ്റത്തിലാണ്. മടങ്ങി വരിക. കൈവിടപ്പെട്ടു പോകരുത്. യേശു വരാറായി. ഈ ചിലരെയൊക്കെ ലിസ്റ്റ് ചെയ്ത അവൻ സ്വർഗത്തിലെങ്ങും പോവുകയില്ല കേട്ടോ, പുള്ളി ആ പാസ്. പുള്ളി നിങ്ങൾ പ്രതീക്ഷിച്ച പലരുമില്ലേ, അങ്ങ് പുള്ളി അങ്ങ് തോന്ന്. നിങ്ങൾ പ്രതീക്ഷിച്ച പലരും കാണുകയില്ല. പക്ഷെ നിങ്ങൾ ദുരുപദേശകനാ, അവിശ്വാസിയാ, കൊള്ളരുതാത്തവനാന്നൊക്കെ ചിലരെ ലിസ്റ്റപ്പ് ചെയ്തില്ലേ, ഒരുപക്ഷെ അവരോടെ കാണും. നമുക്കാരും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു ചിന്ത പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ആരും നശിച്ചു പോകരുത്. പെർഗമോസിലെ സഭയോട് എന്നാ പറഞ്ഞത്? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-16 വാക്യത്തിൽ പെർഗമോസിലെ സഭയോട് പറയാണ്, അവണ്ണം നിക്കലോവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാള് കൊണ്ട് അവരോട് പോരാടും. പെർഗമോസിലെ സഭയോടും ദൈവത്തിന് പറയാനുള്ളത്, റിപ്പന്റഡ് ആകുക,
എന്താണ് തുയഥൈര സഭയിലെ പ്രത്യേകത? തുയഥൈരയിലെ സഭയോട് എന്നാ പറഞ്ഞത്? വെളിപ്പാട് 2:20 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. എന്താ ഈ ഇസബേൽ എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? ഇസബേൽ എന്ന് പറഞ്ഞാൽ, ഇസബേൽ ചിന്തിക്കുന്ന ഇസബേൽ വലിയ സംഭവമാണ്. അമ്മാമ്മയുടെ കാര്യം ഈ പറയുന്നത്. മാമ കരുതുന്നത് അമ്മ ഭയങ്കര സംഭവമാണ്. മാമ പ്രവാചകിയും ബാക്കിയുള്ളവരാരും റെഡിയല്ല, അമ്മാമ്മ മാത്രം പെർഫെക്റ്റാ. എന്നിട്ട് അമ്മാമ്മയുടെ വേറൊരു പ്രത്യേകതയുണ്ട്. ഇസബേൽ അമ്മാമ്മയുടെ തൻ്റെ ദാസന്മാരെ ഉപദേശിക്കും. ദൈവദാസന്മാർക്ക് വിധേയപ്പെടുകയില്ല, അവരെ ടീച്ച് ചെയ്യും, അവരെ പഠിപ്പിക്കും. തുയഥൈര സഭയിലെ ഇസബേലിനോട് പറയുന്നു, നീ ദൈവദാസന്മാർക്ക് വിധേയപ്പെടുന്ന ഐറ്റം അല്ല. അവരെ ഉപദേശിക്കാൻ നടക്കുക, അവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുക. മനസ്സിലാക്കണോ ഇതൊക്കെ? ആ സഭയോട് 21-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അതിന്റെ 21-ാം വാക്യം, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2020 ഒക്ടോബർ മാസത്തിൽ നിന്നുകൊണ്ട് വീണ്ടും പറയുന്നു, എല്ലാവർക്കും ദൈവം മാനസാന്തരപ്പെടാൻ ഒരു സമയം കൊടുക്കും. എല്ലാവർക്കും കൊടുക്കും, എനിക്കും തന്നു. എല്ലാവർക്കും റിപ്പന്റഡ് ആയി തിരിച്ചു വരാൻ ദൈവം ഒരു ടൈം കൊടുക്കും. ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു, ആ ടൈമിലാണ് സഭ നിൽക്കുന്നത്. ഇപ്പം ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തിട്ടും അവസരം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് എന്നാ സംഭവിച്ചു? ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അപ്പൊ നിങ്ങൾ കണ്ടു, എഫെസോസിലെ സഭയോട് എന്തുവാ ദൈവത്തിന് പറയാനുള്ളേ? നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുക. സഭയാ, ഈ ദൈവത്തിന്റെ വിശുദ്ധ സഭയാ. ഈ 7 വിളക്കുകളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. പെർഗമോസിലെ സഭയോട് എന്നാ പറഞ്ഞ്? മാനസാന്തരപ്പെടുക. തുയഥൈരയിലെ സഭയോട് എന്നാ പറഞ്ഞ്? ഞാൻ നിനക്ക് മാനസാന്തരപ്പെടാൻ സമയം തന്നിട്ട് നീ മാനസാന്തരപ്പെട്ടില്ല. ഇനി സർദീസിലെ സഭയോട് എന്നാ പറഞ്ഞു? വളരെ ഇമ്പോർട്ടൻ്റ് ആ കേട്ടോ. സർദീസിലെ സഭയോട് പറഞ്ഞത് എൽഷദായിയോടും ഇന്ന് ലോകത്തിൽ എന്നെ ആരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു അവരോടെല്ലാം അറിയിക്കുകയാണ്. സർദീസിലെ സഭയോട് പറഞ്ഞത് വെളിപ്പാട് 3:2-3 വാക്യങ്ങൾ, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. 2-ാമത്തെ വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത്, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഞാൻ നിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ സഭയെ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. Not found your work perfect before God. For I have not found the work perfect before God. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അതുകൊണ്ട് 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എന്ത് എന്നോർത്ത്. എത്ര കേട്ടിരിക്കുന്നു നമ്മൾ. ഈ ഒരു 8 മാസമായിട്ട് എത്രയോ സബ്ജക്റ്റുകളെ ബേസ് ചെയ്ത് തന്നെ നമ്മൾ കേട്ടു. ഇന്നും കർത്താവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ തിരുവെഴുത്തിൽ നിന്ന്. ഞാൻ എന്തെങ്കിലും മറ്റു കാര്യങ്ങളാണോ പറയുന്നത്? അല്ല, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ വചനമാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ആത്മീയ സമൂഹത്തിന്, പ്രത്യേകിച്ച് വേർപെട്ടെന്നൊക്കെ പറയുന്ന സമൂഹത്തിന് പറ്റിയ പ്രശ്നം ഇതാണ്. കേട്ട് 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 അങ്ങ് മനം തഴമ്പിച്ചു. അനുദപിക്ക് പ്രിയപ്പെട്ടവരെ, മനസാന്തരപ്പെടുക, മടങ്ങി വരിക. മനസാന്തരത്തിന് പ്രവൃത്തിയുണ്ട്, വിശ്വാസത്തിന് പ്രവൃത്തിയുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ഹല്ലേലൂയ. നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തൊന്ന് ഓർത്തേ. രക്ഷിക്കപ്പെട്ട നാളിൽ കൊട്ടാരക്കര ചർച്ചിൽ നിന്നാണ് ഞാൻ പ്രസംഗിക്കുന്നേ. എത്ര മെസ്സേജുകളാണ് ഇവിടെ വന്നിരുന്ന് കേട്ടത്. ഈ ഒരു ഓൺലൈനിലൂടെ തന്നെ, ജീസസ് ഈസ് അലൈവിന്റെ പ്ലാറ്റ്ഫോമിലൂടെ, എൽഷദായ് മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിലൂടെ
എത്രയോ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവഭൃത്യന്മാരിലൂടെ നിങ്ങൾ കേട്ടു. ആ കേട്ടതൊക്കെ ഓർക്കുന്നുണ്ടോ? പ്രാപിച്ചത് വല്ലതും സൂക്ഷിക്കുന്നുണ്ടോ? ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുക. ഗാർഡ് യുവർ അനോയിന്റിംഗ്, ഗാർഡ് യുവർ ഹോളി ലൈഫ്. നിന്റെ വിശുദ്ധ ജീവിതത്തെ നീ കാത്തുകൊള്ളുക. നിന്റെ നിർമ്മലതയും ഭക്തിയെയും നീ കാത്തുകൊള്ളുക. നിന്റെ മേൽ ഞാൻ പകർന്നേണ്ട ആത്മാവിനെ നീ ഗാർഡ് ചെയ്യുക. പ്രാപിച്ച ദൈവകൃപ നഷ്ടപ്പെട്ടു പോകാതെ, ചോർന്നു പോകാതെ അതിനെ നിലനിർത്തുക. സർദീസിലെ സഭയോട് പറയുന്നു, നീ എന്തൊക്കെ പ്രാപിച്ചുവോ, നീ എന്തൊക്കെ കേട്ടുവോ, അതോർത്ത് കാത്തുകൊള്ളുകയും നീ റിപ്പന്റഡ് ആകുക. എല്ലാ സഭയോടും കർത്താവ് പറഞ്ഞ, ലവദോക്കിയിലെ സഭയോട് എന്നാ പറഞ്ഞേ? വെളിപ്പാട് 3:19 ലവദോക്കിയിലെ സഭയോട് പറഞ്ഞത്, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഇപ്പോ നമ്മൾ കഴിഞ്ഞ 7-8 മാസമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ജാഗ്രതയുള്ളവരായിരിക്കുക. ഭയം വേണ്ട, ജാഗ്രത മതി. എല്ലാ ദിവസവും കേൾക്കുന്നില്ലേ? ഭയം വേണ്ട, ജാഗ്രത മതി. എന്നാ വേറൊരു സാധനം കൂടെ പറയാം, വേറൊരു ജാഗ്രതയെ കുറിച്ച്. കർത്താവ് വരാറായി. COVID-19 കൊറോണ വൈറസ് പിടിക്കാതിരിക്കാൻ കാണിക്കുന്ന ജാഗ്രതയാണ് മാസ്ക്, ഹാൻഡ് സാനിറ്റൈസർ, സോപ്പിട്ട് കൈ കഴുകുന്നത്, സോഷ്യൽ ഡിസ്റ്റൻസ്. ഇതൊക്കെ വേണം, അത്യാവശ്യമായിട്ട് വേണം. ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് വേണം, നല്ല കാര്യം. പക്ഷേ കർത്താവിഞ്ഞു വരും എന്നൊരു ബോധ്യത്തിൽ എന്തെങ്കിലും ജാഗ്രത പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടോ? കോവിഡ് വരാതിരിക്കാൻ മാസ്ക് കയ്യിലുണ്ട്, സാനിറ്റൈസർ ഉണ്ട്, വീട്ടിൽ വരുമ്പോൾ സോപ്പിട്ട് കഴുകുന്നുണ്ട്, കാര്യമൊക്കെ ചെയ്യുന്നു, അതെല്ലാം വേണം. പക്ഷെ യേശു വരുമെന്ന് വല്ല ബോധമുണ്ടോ? ഏത് സമയവും കർത്താവിൻ്റെ വരവ് സംഭവിക്കാമെന്നുള്ള ചിന്ത വല്ലതും ഉണ്ടോ? അതിനകത്ത് എന്തെങ്കിലും ജാഗ്രതയുണ്ടോ? ജാഗ്രതയുള്ളവരായിരിക്കുക. അറ്റ് എനി ടൈം ഇത് സംഭവിക്കാം. ഹല്ലേലൂയ. ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടും. ഞാനിവിടെ വായിച്ച ഭാഗങ്ങളെല്ലാം സുവിശേഷം ആരംഭിക്കുന്നത്, ഈ പുതിയ നിയമം തുടങ്ങുന്നത് യേശുവിൻ്റെ പ്രസംഗ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. യേശുവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകന്റെ മെസ്സേജ് റിപ്പന്റഡ് ആകുക. അപ്പോസ്തലന്മാരുടെ മെസ്സേജ് റിപ്പന്റഡ് ആകുക. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വായിച്ച് വരുമ്പോൾ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ആ വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത്രയും നാളും ഈ മാനസാന്തരത്തെക്കുറിച്ചെല്ലാം പ്രസംഗിച്ചിട്ട് യേശു തുടങ്ങി, അപ്പോസ്തലന്മാർ തുടങ്ങി, ഇവരെല്ലാം മടങ്ങി വരണം, മാനസാന്തരപ്പെടണം, ജീവിതത്തെ ക്രമീകരിക്കണമെന്നെല്ലാം പറഞ്ഞിട്ടും റിപ്പന്റഡ് ആകാതെ പോയ സഭയെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നിർത്തി ന്യായം വിധിക്കുന്ന, അവരുടെ കുറവുകളെ വ്യക്തമാക്കി കൊടുക്കുന്ന, അവരേതൊക്കെ ഏറിയയിൽ മാനസാന്തരപ്പെട്ടില്ല എന്ന കാര്യത്തെ വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ്റെ വരവ് സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാൻ നിന്റെ ആത്മാവിനാൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് ഞാൻ വരിക. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സന്ദേശം ഏതാനും മിനിറ്റുകൾക്കകത്ത് അവസാനിക്കും. പക്ഷേ സഭയെ മുഴുവൻ നോക്കി ദൈവത്തിന് പറയാനുള്ളത്, നിനക്ക് ഞാൻ സമയം തന്നിട്ടും, നിനക്ക് ഞാൻ അവസരം തന്നിട്ടും, പലരിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും പല വഴികളിലൂടെയും മടങ്ങി വരാനും മാനസാന്തരപ്പെടാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ തന്നിട്ടും മനം തഴമ്പിച്ച് കഠിനപ്പെട്ടു പോയവരോട് സിസ്റ്റർ അന്നമ്മ മാമൻ എഴുതിയ അമനോഹരമായ പാട്ടിന്റെ വരികൾ ഇങ്ങനെ പറയുന്നേ: കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമാ. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമാ. മഹത്വനാമത്തെ കീർത്തിപ്പാനാ ശക്തീകരിക്കാനി
ആത്മാവിനാ മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാൻ ആത്മാവിനാ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന വാത്സല്യ ദൈവജനത്തോട്, ദൈവത്തിന്റെ മക്കളോട് ഒരു കാര്യം വചനത്തിൽ നിന്ന് ഞാൻ ഓർമ്മിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കർത്താവിനെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ? എൻ്റെ ജീവിതം കൊണ്ട് ദൈവം പ്രസാദിക്കണം, ദൈവം സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ ഈ ലൈഫ് കൊണ്ട് ദൈവത്തിന് പ്രസാദമാകണം, എനിക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കണം. ദൈവത്തെ സന്തോഷിപ്പിക്കാൻ എന്താ വഴി? എന്താ വഴി? ഈ ലോകത്തിലെ എന്തെങ്കിലും കർമ്മ ആചാരങ്ങൾ ചെയ്ത് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? ഈ ലോകത്തിലെ മുഴുവൻ പൂക്കളെയും സൃഷ്ടിച്ച, പുഷ്പങ്ങളെ ഉണ്ടാക്കിയ, അതിനെ ക്രിയേറ്റ് ചെയ്ത, ഡിഫറെന്റ് കളേഴ്സ് ആ ഫ്ലവേഴ്സിന് കൊടുത്ത ദൈവത്തിന് ഒരു പൂ കൊണ്ട് കൊടുത്ത് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്ത് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? അവൻ സൃഷ്ടാവല്ലേ, അവൻ്റെ അല്ലേ ഈ ലോകമെല്ലാം, അവൻ്റെ സൃഷ്ടിയല്ലേ. കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ, കൈപ്പണിയായ വസ്തുക്കളിൽ അവൻ വസിക്കുന്നില്ലെന്നല്ലേ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയിരിക്കുന്നേ. മനുഷ്യന്റെ കൈപ്പണിയായ ഒന്നിലും അവൻ പ്രസാദിക്കുന്നില്ല, അവൻ അതിൽ സന്തോഷിക്കുന്നില്ല. പിന്നെ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ എന്നാ വഴി? ദൈവം സന്തോഷിക്കുന്ന ഒരേ ഒരു ഏറിയ ഉള്ളു കേട്ടോ. ലൂക്കോസ് 15 എഴുതിയിരിക്കുന്നു, ആ വണ്ണം തന്നെ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാരുടെ മധ്യേ വലിയ സന്തോഷം ഉണ്ടാകും. സ്വർഗത്തെ സന്തോഷിപ്പിക്കാൻ, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ, ദൂതന്മാരെ സന്തോഷിപ്പിക്കാൻ ഒരേ ഒരു വഴി മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുമ്പോൾ, നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുന്നു. അപ്പൊ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ എന്ത് ചെയ്യണം? പലരെയും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ഒരാളെ നേടുമ്പോൾ, ഒരാളോട് സുവിശേഷം പറയുമ്പോൾ, കർത്താവായ യേശുവിനെ കുറിച്ച് അറിയിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആ ഒരു ആത്മാവിനെ ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ നേടുമ്പോൾ, ആ ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ എന്ത് സംഭവിക്കും? വലിയ സന്തോഷം. അപ്പൊ നിങ്ങളുടെ മാനസാന്തരത്തിൽ ദൈവം സന്തോഷിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ പലരെയും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നു. അല്ലാതെ കാശ് കൊടുത്തോ, പണം കാണിച്ചോ, പൂക്കൾ വിതറിയോ, ഈ ലോകത്തിലെ ഏതെങ്കിലും മാനുഷിക നിർമ്മിതമായ കാര്യങ്ങൾ കൊടുത്തോ ഒന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ദൈവമക്കളെ, ദൈവം പ്രസാദിക്കുവാൻ, ദൈവം സന്തോഷിക്കുവാൻ, ദൈവം ആനന്ദിക്കുവാനുള്ള ഒരേ ഒരു വഴി ഒരു പാപിയുടെ മാനസാന്തരമാണ്. അതുകൊണ്ട് ആരും നശിച്ചു പോകാതിരിപ്പാൻ ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ, കർത്താവിൻ്റെ വരവിങ്കൽ അല്ലെങ്കിൽ നിങ്ങളുടെ മരണശേഷം നിത്യതയിൽ എത്തുമ്പം ഒരിക്കലും ഒഴിഞ്ഞ കൈയുമായിട്ട് നിൽക്കരുത്. നിങ്ങളെ കാണുമ്പം തന്നെ ദൂതന്മാരുടെ മുഖത്ത് ആ ചിരി ഉണ്ടാകണം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ശബ്ദം കേൾക്കണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ നിമിത്തം എല്ലാ ദിവസവും, നാടെ ഈ ബ്രദർ നിമിത്തം, സ്വർഗം പറയുക, ഈ സിസ്റ്റർ നിമിത്തം എല്ലാ ദിവസവും ഹെവനിൽ സെലിബ്രേഷൻ ആയിരുന്നു. ഇവൻ എല്ലാ ദിവസവും 10 പേരെ കർത്താവിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഇവൻ എല്ലാ ദിവസവും 10 പേരോട് യേശുവിനെ കുറിച്ച് പറയുമായിരുന്നു. ഈ ബ്രദർ കാരണം, ഈ സഹോദരൻ കാരണം എത്ര പാപികൾ രക്ഷിക്കപ്പെട്ടു, എത്ര ക്രിമിനലുകൾ കർത്താവിലേക്ക് വന്നു. ഹല്ലേലൂയ. ഞാൻ ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ മരണത്തിന് ശേഷം ഒരു ആർട്ടിക്കിൾ ഒരു മാഗസിനിൽ കണ്ടത്, ഒരു കാർട്ടൂണാണ് വരച്ചിരിക്കുന്നത്. ബില്ലി ഗ്രഹാം ഹെവനിലേക്ക് വരുമ്പോൾ വെളിയിൽ നിൽക്കുന്ന ദൂതൻ
ബില്ലി ഗ്രഹാമിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ടോ നോക്കുന്നു. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരുണ്ട്. ആ ഹെവനിലോട്ട് ബില്ലി ഗ്രഹാമിനെ കയറ്റി വിടുമ്പോൾ മറ്റൊരു ദൂതൻ പറയുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ബില്ലി ഗ്രഹാം നിങ്ങളെ കാണാൻ അവിടെ വെയിറ്റ് ചെയ്യുന്ന. കാരണം അവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ടവരാണ്, നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ കർത്താവിനെ അറിഞ്ഞവരാണ്. കാലം കഴിയുന്നു, നാളുകൾ പോയി. ഈ ജീവിതം കൊണ്ട് എന്ത് നേടി? നിങ്ങൾ ഒത്തിരി പണം സമ്പാദിച്ചാണ്. അത് ആരനുഭവിക്കും നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങളുടെ കാലശേഷം അത് ആരനുഭവിക്കുമെന്ന് വല്ല ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? നേടുവാനുള്ളത് നിങ്ങളുടെ നിത്യതയാണ്. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇങ്ങനെ കേട്ടത്, ഒത്തിരി സമ്പത്തുള്ള ഒരു മനുഷ്യൻ, അവർക്കൊരേ ഒരു മകൻ, അവരുടെ സമ്പത്തുകളെല്ലാം അവരുടെ കുഞ്ഞിന്റെ പേരിൽ, അവരുടെ മകന്റെ പേരിൽ എഴുതി വെക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ അഡ്വക്കേറ്റ്, അവരുടെ വക്കീൽ അവരോട് ചോദിച്ചത്രേ, നിങ്ങളുടെ വസ്തുക്കളും നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ വസ്തുവകകളെല്ലാം നിങ്ങളുടെ മകന്റെ പേരിൽ നിങ്ങൾക്ക് എഴുതി വെക്കാനുള്ള ധൈര്യമുണ്ടോ? അവൻ നിങ്ങളെ നോക്കുമെന്നുള്ള ഉറപ്പുണ്ടോ? നിങ്ങളുടെ കാലശേഷം അവൻ ഇതെല്ലാം കീപ്പ് ചെയ്യുമെന്നുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്ന് ആ അഡ്വക്കേറ്റ് 3 പ്രാവശ്യം ഇവരോട് എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ അവർ മൊത്തം എഴുതാനിരുന്നത് പകുതിയാക്കിയെന്നാ ആ മനുഷ്യൻ പറഞ്ഞു. കാരണം ഉറപ്പില്ല, മക്കള് നോക്കുമെന്നൊന്നും ഉറപ്പില്ല. അവരുടെ കാലശേഷം ഇവരിത് എങ്ങനെ ഉപയോഗിക്കുന്ന ഉറപ്പില്ല, പേടിയാണ്. പക്ഷെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒന്നുണ്ട്, എന്നാന്നറിയാവോ? പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിലെ നിക്ഷേപം. ഇവിടുത്തെ ഏത് ബാങ്ക് പൊട്ടിയാലും നിക്ഷേപിച്ച നിക്ഷേപകരൊക്കെ എത്ര പ്രാർത്ഥനാ വിഷയമാണ് പലരും വിളിക്കുന്നതെന്ന് അറിയാവോ? പ്രയത്തവരിലൊക്കെ ഞങ്ങളുടെ കാശ് പോയി, ഞങ്ങൾ ഇത്ര ലക്ഷം കൊടുത്തു, പോയി പോട്ടെ, എത്ര എണ്ണത്തിൻ്റെയാ പോയത്? അതൊക്കെ അവർക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അവരുടെ കണ്ണുനീര് ദൈവം തുടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഈ ലോകത്തിലെ ഒരു നിക്ഷേപങ്ങളും ശാശ്വതമല്ല. നിങ്ങൾ എവിടെയൊക്കെ അവിടെ ഇവിടെ എല്ലാം നിക്ഷേപിച്ചിട്ടില്ലേ? കർത്താവിന്റെ രാജ്യത്തിൽ നിക്ഷേപിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യ്. 10 ആത്മാക്കളെ നേട്, 10 പേരോട് സുവിശേഷം പറ, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്ക്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. ദൈവമേ, എൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്ന, എൻ്റെ പരിസരത്ത് പാർക്കുന്ന, എൻ്റെ ദേശത്തുള്ള ആരും നശിച്ചു പോകല്ലേ. കർത്താവേ, നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇന്ത്യയുടെ ഗ്രാമങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഭാരതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആരും നശിച്ചു പോകല്ലേ. അനേകം ആത്മാക്കളെ അവിടുന്ന് വിടുവിക്കണമേ, അനേകരെ നീ രക്ഷിക്കണമേ. അന്ത്യകാലത്ത് പരിഹാസികൾ പരിഹസിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ കൂടാതെ മാറിയിരുന്നു കൊണ്ട് സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എനിക്കും ഇത് ആക്കിയിരിക്കുന്ന ദൈവപുരുഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുന്നവരെ ദൈവം ഉപയോഗിക്കാൻ ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്തെങ്കിലുമൊക്കെ നിക്ഷേപം സ്വർഗത്തിലുണ്ടാക്കുക. തുറന്ന് ചോദിക്കട്ടെ, ഈ ഇത്രയും ലൈഫ് കൊണ്ട്, ജീവിതം കൊണ്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ, എത്ര പേരെ നിങ്ങൾ കാരണം ദൈവരാജ്യത്തിലാക്കിയിട്ടുണ്ട്? ഞാൻ കാരണം 5 കുടുംബം സഭയിൽ നിന്ന് പോയി, അത് പറയാൻ ഒത്തിരി പേരുണ്ട്. ഈ പുള്ളി ഈ ചർച്ചിലോട്ട് വന്ന കാരണം കുത്തിത്തിരിപ്പുണ്ടാക്കി 5 കുടുംബം അങ്ങ് സഭയിൽ നിന്ന് പോയി. സഭയിൽ നിന്ന് പോക്കിയ കേസ് കേട്ടല്ല ഈ പറയുന്നത്. എത്ര പേര് നിങ്ങൾ കാരണം കർത്താവിലേക്ക് വന്നിട്ടുണ്ട്, ദൈവരാജ്യത്തിലേക്ക് വന്നിട്ടുണ്ട്? എത്ര ആത്മാക്കളെ നേടാൻ പറ്റിയിട്ടുണ്ട്? ഞാൻ വിനയത്തോടെ തൊഴുകയോടെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇനിയും അവസരം തന്നാൽ എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ആരും നശിച്ചു പോകാതിരിക്കാൻ എന്നാക്കെ ചെയ്യണം. ഇന്നും ഇവിടെ ജനക്കൂട്ടം ഉണ്ടായോണ്ടോ, സ്വോത്ര കാഴ്ച ഉണ്ടായോണ്ടോ ഒന്നും അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ഉള്ളത്തിൽ ദൈവം പ്രവർത്തിക്കുന്നെങ്കിൽ, ഒരു വ്യക്തിയെങ്കിലും കർത്താവിലേക്ക് വരുന്നെങ്കിൽ, ബില്ലി ഗ്രഹാം സ്വർഗത്തിലെത്തുമ്പോൾ ആ കാർട്ടൂണിൽ വരച്ചിരിക്കുന്ന പോലെ, ഡോക്ടർ ബില്ലി ഗ്രഹാം, ഒത്തിരി ആൾക്കാർ സ്വർഗത്തിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു, അവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ടവരാണ്. ആത്മാക്കളെ നേടാനുള്ള ഭാരം നിങ്ങളുടെ അകത്തുണ്ടാകണം. ബാക്കിയുള്ള നിക്ഷേപങ്ങളെല്ലാം വേസ്റ്റാണ്.
ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലയോ? പ്രാർത്ഥിക്കുക, ദേശത്തിന് വേണ്ടി ഇരുന്ന്, കുടുംബങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ കർത്താവിന്റെ രാജ്യത്തിനായിട്ട് കൊടുക്ക്, വിതയ്ക്ക്. ഒരുപാട് പേര് ആ ടെലിവിഷൻ മിനിസ്ട്രിയിലൂടെ രക്ഷിക്കപ്പെടട്ടെ. ഒത്തിരി പേര് ആ ക്രൂസൈഡിലൂടെ കർത്താവിനെ അറിയട്ടെ. എനിക്ക് എന്തൊക്കെ സോഴ്സുകൾ ദൈവം ഓപ്പൺ ആക്കി തന്നിട്ടുണ്ടോ അതെല്ലാം ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്ത്. അതാണ് നിലനിൽക്കുന്നത്, അതിനാണ് പ്രതിഫലമുള്ളത്, അതാണ് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെ ഇരിക്കുന്നത്. ആ നിക്ഷേപമാണ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഡിപ്പോസിറ്റ്. വേറെ ഒരു ഡിപ്പോസിറ്റുകൾക്കും ഗ്യാരണ്ടി ഇല്ല. എത്ര പേർ ഏറ്റെടുക്കുന്നു ഈ ഓൺലൈനിൽ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് യേശു ക്രിസ്തു തന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 54 മുതൽ 57 വരെയുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചേ. 54 മുതൽ 57 വരെയുള്ള ഭാഗങ്ങൾ. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷണം ഉണ്ടാകും എന്ന് പറയുന്നു. അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്ക് അറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതും എന്ത്? പ്രതിയോഗിയോടുകൂടെ അധികാരിയുടെ അടുക്കൽ പോകുമ്പോൾ പറയുന്നു, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങി വരുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുന്നു. സാധാരണ നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ, മഴ വരുന്നുണ്ടേ, അത് ഞെടുത്തേക്കണേ, അത് നനയല്ലേ. മഴ പെയ്തിട്ടില്ല, അച്ഛാ മഴ വരുന്നുണ്ട്, കുട എടുത്തേക്കണേ എന്നൊക്കെ പറയുന്നത് എന്നാ? കാർമേഘം വരുന്ന കാണുമ്പം, കാർമേഘം പൊങ്ങുന്ന കാണുമ്പം, മഴക്കോള് കാണുമ്പം, മഴക്കാറ് കാണുമ്പം നമ്മുടെ മനസ്സ് പറയുന്നു ഉടനെ എന്ത് സംഭവിക്കും? മഴ പെയ്യും. തെക്കൻ കാറ്റ് അടിക്കുമ്പോൾ ഇസ്രായേലിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ ആ കാറ്റ് വരുമ്പോഴേ അറിയാം, 2-3 എണ്ണം വീശുമ്പോഴേ അറിയാം ഉഷ്ണം തുടങ്ങാൻ പോവുക. ഈ കുവൈറ്റിലൊക്കെ പൊടിക്കാറ്റൊക്കെ അടിക്കുന്ന ഒരു സമയമുണ്ട്. അവർക്കറിയാം കൃത്യമായിട്ട് ആ ഒരു ചെറിയ മഴ പെയ്യും. ആ മഴ പെയ്യുമ്പോഴേ അറിയാം ഇന്നത് വരാൻ പോവുക. അവിടെ വർഷങ്ങളായിട്ട് ജീവിക്കുന്നവർക്ക് അവർക്ക് ആ കാലാവസ്ഥയെ വിവേചിക്കാൻ പറ്റും. തെക്കൻ കാറ്റ് അടിക്കുന്ന കണ്ടാൽ അത്യുഷ്ണം ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പം കർത്താവ് പറയാണ്, കപടഭക്തിക്കാരെ, നിങ്ങൾക്ക് ഭൂമിയെയും ആകാശത്തിൻ്റെയും ഭാവത്തെയും ഒക്കെ വിവേചിക്കാൻ അറിയാം, പക്ഷേ നിങ്ങൾ ഈ കാലത്തെ വിവേചിക്കാത്ത എന്താ? മഴ വരാൻ പോകുന്നെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്, ചൂടുണ്ടാകാൻ പോകുന്നെന്ന് പറയാൻ പറ്റുന്നുണ്ട്. ചൂട് തുടങ്ങാൻ പോവുക, മഴ തുടങ്ങാൻ പോവുക, മഴക്കാലം വരാൻ പോവുക, ഇതൊക്കെ പറയാനും വിവേചിക്കാനും നിങ്ങൾക്ക് അറിയാം. പക്ഷെ പ്രസന്റ് സിറ്റുവേഷൻസിനെ, കാലഘട്ടത്തെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിവേചിക്കാൻ പറ്റുന്നില്ല? കാലാവസ്ഥയെ വിവേചിക്കുന്നവർ കാലഘട്ടത്തെ വിവേചിക്കണമെന്ന് കർത്താവ് പറയുന്നു. ഇന്നത്തെ കാലഘട്ടത്തെ വിവേചിച്ചാൽ ഇത് നോഹയുടെ കാലം പോലത്തെ ഒരു കാലമാണ്. യേശുക്രിസ്തു തന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളിൽ അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 32 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അത് വ്യക്തമാക്കുകയാണ്. അതിൽ 38-39 വാക്യങ്ങളെന്ന് വായിച്ച 24-ന്റെ 38-39 വാക്യങ്ങൾ. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകുമെന്ന് തിരുവെഴുത്തുകളിൽ വ്യക്തമാക്കുമ്പോൾ അതിന്റെ 38-39 വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ്, ജലപ്രളയം വന്ന എല്ലാവരെയും. വാക്യം 38, ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അങ്ങനെ ഒരു കാലഘട്ടം, തിന്നുക, കുടിക്കുക, സെലിബ്രേഷൻസ്, ഫങ്ഷൻസ്, പാർട്ടി, സെറമണി. പലരെയും മീറ്റിങ്ങിന് വിളിച്ചാൽ വിവാഹത്തിന് വരികയില്ല. ഇന്ന് വൈകിട്ടൊരു പ്രോഗ്രാം ഉണ്ട്, ഇന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല പാസ്റ്റർ, ഇന്ന് ലീഡർഷിപ്പ് മീറ്റിങ്ങിന് വരാനൊക്കത്തില്ല, ഇന്ന് വൈകിട്ടൊരു ഫങ്ഷൻ ഉണ്ട്. 8 മാസമായിട്ട് ആർക്കും ഫങ്ഷൻ ഒന്നും ഇല്ലല്ലോ, ഇന്ന് വൈകിട്ടൊരു ഫങ്ഷൻ ഉണ്ട്, ഇന്ന് വൈകിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പം ആർക്കും പ്രോഗ്രാം ഒന്നും ഇല്ലല്ലോ.
ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹയുടെ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. 39-ാമത്തെ വാക്യത്തിൽ തിരുവെഴുത്ത് പറയുകയാണ്, ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവരറിഞ്ഞില്ല. മക്കളെ, അറിയാതിരിക്കരുത്. അതിനു വേണ്ടിയാണ് ഈ ഇൻഫർമേഷൻ. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ നീ പ്രഡിക്റ്റ് ചെയ്യുന്ന, നീ അറിയില്ലത് എപ്പോ സംഭവിക്കുമെന്ന്. പക്ഷെ അത് സംഭവിക്കും. നോഹ നിന്ന് വിളിച്ചു പറഞ്ഞു, പ്രസംഗിച്ചു, പ്രളയമുണ്ടാകാൻ പോകുന്നു, പ്രളയമുണ്ടാകാൻ പോകുന്നു. ആരും ആ ഫ്ലഡിനെ കുറിച്ച്, ആ പ്രളയത്തെ കുറിച്ചൊന്നും കേട്ടില്ല. പ്രളയം എന്നാന്ന് പോലും അറിയില്ല. കാരണം ഭൂമി മഴ പെയ്തിട്ടില്ല. ആഴിയുടെ ഉറവകൾ തുറന്നു, ഭൂമിയിൽ വെള്ളം പൊങ്ങാൻ തുടങ്ങി. ദൈവത്തിന്റെ അളവനുസരിച്ച് പണിത പെട്ടകം വെള്ളത്തിൽ പൊങ്ങി. നോഹയും കുടുംബവും 8 പേർ പെട്ടകത്തിൽ കയറി. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് ഈരണ്ടീരണ്ടായ എല്ലാറ്റിൽ നിന്നും ഈരണ്ടീരണ്ട് ഓരോ പേരിനെ, ഓരോ ജോഡിയെ നോഹ അതിനകത്ത് കയറ്റി. വലിയ ന്യായവിധി നടന്നു. ആ ന്യായവിധി ലോകത്തിൽ നടന്നുകൊണ്ടിരുന്നപ്പം നോഹയും കുടുംബവും ക്വാറന്റൈനിലായിരുന്നു. പെട്ടകത്തിനകത്ത് വാതിലടച്ച് കതകടച്ച് അതിനകത്തിരുന്നു. പുറത്ത് ഭയങ്കര ജഡ്ജ്മെന്റ് നടക്കുക. അവര് സേഫ് ആയിരുന്നു. വാതിലടച്ചവരതിനകത്ത് കയറി ക്രോധം കഴിയുവോളം. പെട്ടകം ഒഴുകി 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 അരാരത്ത് പർവ്വതത്തിന്റെ മുകളിൽ ഉറച്ചു. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, അന്ന് ലോകത്തെ മുഴുവൻ ബാധിച്ച, അന്നത്തെ കാലത്തെ ജനസംഖ്യയിൽ 8 പേരെ മാത്രം ശേഷിപ്പിച്ച ഒരു ന്യായവിധി എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം വന്ന ഫ്ലഡ് അല്ല. പത്തനംതിട്ടയിൽ പ്രളയം, കൊല്ലത്ത് സേഫ്, അങ്ങനല്ല. ഇടുക്കിയിൽ പ്രളയം നടക്കുന്നു, തിരുവനന്തപുരത്തുകാരെ ബാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ഫ്ലഡ് ആയിരുന്നില്ല അത്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അന്നത്തെ കാലത്തെ പോപ്പുലേഷനിൽ 8 പേരെ മാത്രം ശേഷിപ്പിച്ച ഒരു ഫ്ലഡ്, മുഴുവൻ ലോകത്തെയും ബാധിച്ച പ്രളയം, മുഴുവൻ ലോകത്തെയും ബാധിച്ച ഒരു സംഭവമായിരുന്നു അത്. കർത്താവ് തന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറയുന്നു, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ നാളിലുണ്ടാകും. എന്ന് വെച്ചാൽ മുഴുവൻ ലോകത്തെയും ബാധിക്കുന്ന ഒരു സംഭവം നടക്കും. ലോകത്തിൽ പല വൈറസ് അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്, പല കെടുതികൾ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരെയും അത് ബാധിച്ചില്ല. കോളറയും മലേറിയയും ഒക്കെ ഇന്ത്യയിൽ പടർന്നു പിടിക്കുമ്പോൾ അത് മറ്റു രാജ്യങ്ങളെ അധികം ബാധിച്ചില്ല. വസൂരി പടർന്നു പിടിക്കുമ്പോൾ അത് മറ്റു രാജ്യങ്ങളെ അധികം ബാധിച്ചില്ല. സ്വൈൻ ഫ്ലൂ വന്നപ്പോൾ, ചിക്കൻ ഗുനിയായും ഡെങ്കിപ്പനിയും നിപ്പയൊക്കെ വന്നപ്പോൾ അത് എല്ലാ രാജ്യങ്ങളെയും ഒന്നും ബാധിച്ചില്ല. ഇന്ന് ലോകത്തിലെ സകല മനുഷ്യരെയും, ഏത് വ്യക്തികളെ എവിടെ നോക്കിയാലും, ഏത് രാജ്യത്ത് പോയാലും, എവിടെ ചെന്നാലും അവർ മാസ്കിലാണ്. ലോകത്തെ മുഴുവൻ ബാധിച്ച ഇതുപോലത്തെ ഒരു സംഭവം മറ്റെന്തുണ്ട്? നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ കാലത്തും ഉണ്ടാകും. നോഹയുടെ കാലത്ത് വെളിപ്പെട്ട ഫ്ലഡ്, പ്രളയം ലോകത്തെ മുഴുവൻ ബാധിച്ച ഒരു വിഷയമായിരുന്നു. 8 പേര് മാത്രം അവശേഷിച്ച ഒരു പ്രളയം. അതിന് തത്തുല്യമായ സാഹചര്യങ്ങൾ ലോകത്തിൽ കാണുമ്പോൾ, കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ മഹാമാരികൾ ലോകത്തിൽ കാണുമ്പോൾ, ഇനി അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിപ്പോ കഴിയും, ഇതെല്ലാം സെറ്റായി വരും. ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. എല്ലാവരും ചിന്തിക്കുന്നത് ലോകം 5 കൊല്ലം പുറകോട്ട് പോയി, ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ 10 കൊല്ലം മുന്നോട്ട് വരും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു സഹോദരിക്ക് പ്രസവ വേദന തുടങ്ങിയാൽ ഡെലിവറി നടക്കുന്നത് വരെ പെയിൻ കൂടിക്കൊണ്ടിരിക്കും. ഡെലിവറി കഴിഞ്ഞാലേ ആ സഹോദരി ആശ്വസ്തതയിൽ നിന്ന് പുറത്തു വരത്തുള്ളൂ. എന്നതുപോലെ ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്, ജസ്റ്റ് സ്റ്റാർട്ടിങ്.
ഇനി അങ്ങോട്ട് അടുത്ത വർഷങ്ങളെല്ലാം ഓക്കെ ആണെന്നാണോ? നോ. കണ്ണുനീരില്ലാത്ത, പട്ടിണിയില്ലാത്ത, മുറവിളിയില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരേ ഒരു രാജ്യം ഉണ്ടാകും. അത് കർത്താവിൻ്റെ രാജ്യമായിരിക്കും. അത് സ്വർഗമായിരിക്കും. ഈ ഭൂമിയിൽ കഷ്ടതയുണ്ട്, പട്ടിണിയുണ്ട്, രോഗദുഃഖങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഇതിനെയൊക്കെ മുമ്പിൽ കാണണം. നെഗറ്റീവ് പറയാന്നൊന്നും പറയല്ലേ ബ്രദറെ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. നെഗറ്റീവ് ഒന്നും അല്ല പറഞ്ഞേ, ഉള്ള കാര്യമാണ് പറഞ്ഞേ. ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തോണം. താങ്ക് യു ജീസസ്. കർത്താവ് നമ്മളോട് അറിയിച്ച ഒരു ദൂതുണ്ട്. 2020 പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് കേട്ടവർക്കറിയാം. കർത്താവിന്റെ വരവേത് നിമിഷവും സംഭവിക്കാം എന്ന് നാം അറിയിച്ചു. ബൈബിൾ 2 തവണയെങ്കിലും വായിക്കണം. അടുത്ത വർഷം ഒന്നിച്ചു കൂടി വരാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ വരാനൊരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ തിരുവെടുത്ത് വായിച്ചിരിക്കണം. ദൈവകൃപയിൽ നിൽക്കണമെന്ന് നാം കേട്ടിരുന്നു. ഇതെല്ലാം ദൈവം മുന്നമേ നമ്മെ അറിയിച്ചത്. ദൈവം നമ്മെ ഒരുക്കുകയാണ്, സഭയെ അവൻ്റെ വരവിനായി ഒരുക്കുകയാണ്. ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഒരു ബോധ്യമില്ലാത്തവരുണ്ട്. ഈ ലോക്ക്ഡൗണൊക്കെ തുടങ്ങി, COVID-19 വ്യാപനമൊക്കെ തുടങ്ങിയപ്പോൾ ഒരു വിറയലും ഒരു ഭയവും ഒരു പ്രാർത്ഥനയും ഒരു ഭക്തിയും ഒക്കെ കാണിച്ച കുറേ എണ്ണമുണ്ട്. അപ്പം അതെല്ലാം പോയിട്ടുണ്ട്. ഇപ്പം സെറ്റായി. ഇനി പഴയ പരിപാടിക്ക് ഇറങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും അവർ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോ, അധികം നാൾ ഈ ലോകമില്ല. പക്ഷേ കൈവിടപ്പെട്ടു പോകൽ. ഇവിടെ 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ്, 90 വയസ്സ്, എത്രയോ ആകട്ടെ, അത് ഷോർട്ട് ടൈമാണ്. ലൈഫ് ഈസ് വെരി ഷോർട്ട്. പക്ഷെ അതിനപ്പുറത്ത് ആയിരം വർഷങ്ങൾ അവരെ കഥ കേൾക്കുന്ന പോലെ കേൾക്കല്ലേ. 70 വർഷം ജീവിച്ച ഒരാളെന്ന് ഓർത്ത് എത്ര നാൾ ഈ ഭൂമിയിലുണ്ടായിരുന്നെന്ന്. അവൻ 100 വർഷങ്ങൾ നിത്യതയിൽ വസിക്കുന്നതെന്ന് ഓർത്തേ. ആയിരക്കണക്കിന് വർഷങ്ങൾ കർത്താവിനോടൊപ്പം വസിക്കുന്ന ജീവിതം എന്നോർത്തേ. അതിൻ്റെ മറുഭാഗം എന്നോർത്തേ. അത്രയും വർഷങ്ങൾ ചാകാത്ത പുഴുവിലും കെടാത്ത ചാവോ അതും ഇല്ല കിടക്കുന്നതെന്നോർത്തേ. ഇത് രണ്ടും ഒന്നോർത്തേ. ഈ 2 ലൈഫും ഇതിനകത്ത് ഏത് വേണം നിങ്ങൾക്ക്? വിശാലമായ വാതിൽ, നാശത്തിന്റെ പാത, ജീവന്റെ വഴിയോ ഇടുക്കവും ഞെരുക്കവും ഉള്ളത്. അതിലൂടെ കടക്കുന്നവർ വളരെ ചുരുക്കമാണ്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. ഒരു കള്ളന്മാരും ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് വരില്ല. ഒരൊറ്റ കള്ളന്മാരും വാട്സാപ്പിൽ മെസ്സേജ് ഇന്ന് രാത്രി ഞാൻ വരുവെന്ന് പറഞ്ഞിട്ട് വരില്ല. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അത് എനി ടൈം. കള്ളൻ വരിക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കണം, പ്രതീക്ഷിക്കാത്ത നേരത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടാകുന്ന, നമ്മൾ പോലും അറിയില്ല. പക്ഷേ അതിനുള്ള ലക്ഷണങ്ങൾ മുഴുവൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരുങ്ങാൻ, മടങ്ങി വരാൻ, മാനസാന്തരപ്പെടാൻ. അതൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. 12-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഒരു ബസ് പോയാൽ വേറൊരു ബസ് കിട്ടും. ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ബസ് പോയാൽ അടുത്തൊരു ബസ് കിട്ടും. ഒരു ട്രെയിൻ പോയാൽ അടുത്തൊരു ട്രെയിൻ കിട്ടും. ഒരു ഫ്ലൈറ്റ് മിസ്സായാൽ മറ്റൊരു ഫ്ലൈറ്റ് നമുക്ക് കിട്ടും. ഒരു വീടില്ലെങ്കിൽ വേറൊരു വീട് കിട്ടും. ഒരു ജോലി പോയാൽ വേറൊരു ജോലി കിട്ടും. പക്ഷെ കർത്താവിൻ്റെ വരവിങ്കൽ കൈവിടപ്പെട്ടു പോയാൽ പിന്നെ എത്ര കിടന്നലറി കൂവിയാലും, പിന്നെ എന്നൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും നോ സെക്കൻഡ് ചാൻസ്. അതുകൊണ്ട് പത്രോസ് പറയുന്നു, നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. മക്കളെ, ലോകത്തിൻ്റെ ട്രെൻഡുകൾക്കകത്ത് വിട്ടുപോകല്. 18-ാമത്തെ വാക്യത്തിൽ 17-18 വാക്യങ്ങളിൽ ആധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ പ്രിയമുള്ളവരെ,
നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കൊരു വലിയ ഭാഗ്യം. സഭയെ കർത്താവ് നിങ്ങളെ എത്ര സ്നേഹിക്കുന്നു. ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ദൈവം നിങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ സൂക്ഷിക്കണം. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. ആ കൈയൊന്ന് ഉയർത്തി പറയാമോ? കർത്താവേ, നിന്റെ കൃപയിൽ നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. നിന്റെ പരിജ്ഞാനത്തിൽ നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ 100 ആടുകളിൽ നിന്ന് ഒരാട് വഴിതെറ്റിപ്പോകുമ്പോൾ 91 മരുഭൂമിയിൽ നിർത്തിയിട്ട് കാണാതെ പോയതിനെ കണ്ടു കിട്ടും വരെ അന്വേഷിച്ച് ചുമലിലെടുത്തോണ്ട് വന്ന യേശുവിനെ നമുക്കറിയാം. ഒരു സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന 10 ചതുർദ്രഹ്മ നാണയം അതിലൊന്ന് നഷ്ടപ്പെട്ടപ്പോൾ വിളക്ക് കത്തിച്ച് വീട് മുഴുവൻ അടിച്ചുവാരി അത് കണ്ടെത്തുന്നവരെ അന്വേഷിച്ച് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിച്ച ചരിത്രം നമുക്കറിയാം. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിലിളയവൻ സകലത് സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. അവന്റെ എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു. അവൻ മാനസാന്തരപ്പെട്ട് അനുദപിച്ച് അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. ഒരു നിലയങ്കി അവനെ ധരിപ്പിച്ച്, കൈക്ക് മോതിരം ഇടിവിച്ച്, കാലിന് ചെരുപ്പണിയിച്ച് അവനെ മാറോടണച്ച പിതാവിനെ നമുക്കറിയാം. അവണ്ണം തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് ഇഷ്ടമല്ല. ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബവും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമ്മൾ വായിച്ചില്ലേ, കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ വൈകത്തില്ലെന്ന്. തന്റെ വരവിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും ദൈവം പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളെയും നിവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷെ എപ്പോഴും ഉള്ളത്തിൽ ഒരു ഉറപ്പുണ്ടാകണം, ഈ ലോകത്തിൽ ഞാനൊരു പരദേശിയാണ്, ഞാനൊരു ടൂറിസ്റ്റാണ്. ഞങ്ങൾ ഈ ദുബായിലൊക്കെ പോകുന്ന സമയത്ത് 7 ദിവസത്തെ ടൂറിസ്റ്റ് വിസയുണ്ട്, 14 ദിവസത്തെ ടൂറിസ്റ്റ് വിസയുണ്ട്, 1 മാസത്തെയും 3 മാസത്തെയും ടൂറിസ്റ്റ് വിസയുണ്ട്. അപ്പൊ 7 ദിവസത്തെ ടൂറിസ്റ്റ് വിസയിൽ പോകുന്നവൻ 7ാമത്തെ ദിവസത്തിന് മുൻപ് ആ സ്ഥലം വിട്ടേക്കണം. അത് കഴിഞ്ഞിട്ട് അവൻ നിന്ന പെനാൽറ്റി, അത് ആ രാജ്യം അവനെ ശിക്ഷിക്കും. ടൂറിസ്റ്റിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? സ്ഥിരമല്ല, തിരിച്ചു പോകണം. നമ്മളെല്ലാം ഈ ഭൂമിയിൽ ടൂറിസ്റ്റുകളാണ്. നമ്മൾ ഈ ലോകത്തിൽ കേവലം കുറെ നാളുകളിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രകരാണ്. പക്ഷെ നമ്മുടെ ഭവനം ഇവിടെയല്ല, നമ്മുടെ വീട് ഇതല്ല. നമ്മുടെ വീട് സ്വർഗത്തിലാണ്, യേശുവിനോടൊപ്പമാണ്. ഈ ബോധ്യമുള്ളവർ ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ആ കണ്ണുകളൊന്ന് അടച്ചേ. അപ്പാ, എനിക്ക് പാപത്തിൽ മരിക്കണ്ടപ്പാ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ആരും പാപത്തിൽ മരിക്കരുത്. അവരെന്തെങ്കിലും മരിക്കുമ്പോൾ നിന്നെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് നിന്റെ കൃപയിൽ വന്നിട്ട് വേണം അവർ ഈ ലോകത്തുനിന്ന് പോകാൻ. ആത്മഭാരം ഉണ്ടോ നിങ്ങളുടെ അകത്ത്? സ്വർഗത്തിൽ എന്തെങ്കിലും ഡിപ്പോസിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? കുറെ കുറ്റം പറഞ്ഞും ചീത്ത പറഞ്ഞും വിമർശിച്ചും, അവര് പറഞ്ഞതിന് ബദല് പ്രസംഗം നടത്തി, ഇവര് പറഞ്ഞതിന് മത്സരം മീറ്റിംഗ് നടത്തി. നോ, ഈ സമയത്ത് കർത്താവിന്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടാൻ, സുവിശേഷ വേല ചെയ്യാൻ, എന്നെ കർത്താവ് നോർത്ത് ഇന്ത്യക്ക് അയച്ചാൽ ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോകും. എവിടെയാണെങ്കിലും, സൗത്ത് ഇന്ത്യയിലോ നോർത്ത് ഇന്ത്യയിലോ എവിടെയാണെങ്കിലും, എന്നെ എൻ്റെ ദൈവം എവിടെ കൊണ്ടിടുന്നോ അവിടെയെല്ലാം ഞാനൊരു വെളിച്ചമായിരിക്കും. അനവധി ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടും. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഞാൻ കായ്ക്കും. ദൈവരാജ്യത്തിന് ഞാനൊരു പ്രയോജനമായിരിക്കും എന്ന് തീരുമാനിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കും. പ്രിയ കർത്താവേ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തൻ്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ദേശത്ത്, കുടുംബങ്ങൾ, അവരുടെ ഭവനത്തിൽ ഒരുപാട് പ്രിയപ്പെട്ടവർ ഇവർ നിമിത്തം യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കട്ടെ.
ഇവർ നിമിത്തം അനേകർ കർത്താവിലേക്ക് വരട്ടെ. യെസ്. ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിനും എല്ലാവരും മാനസാന്തരപ്പെടേണ്ടതിനും അവിടുത്തെ വരവ് വൈകുന്നെങ്കിൽ എല്ലാവരും മാനസാന്തരപ്പെട്ടാൽ, എല്ലാവരും സുവിശേഷം അറിഞ്ഞാൽ അങ്ങ് പെട്ടെന്ന് വരുമല്ലോ കർത്താവേ, അങ്ങ് പെട്ടെന്ന് വരുമല്ലോ. അങ്ങ് മുഖാമുഖമായി കാണേണ്ടതിന് ഈ സുവിശേഷം വേഗത്തിൽ അറിയിക്കുവാൻ, അനേകർക്ക് യേശുവിനെ കൊടുക്കുവാൻ, അനേകരുടെ ജീവിതം രൂപാന്തരപ്പെടുവാൻ ഈ കുഞ്ഞുങ്ങൾ നിമിത്തം കർത്താവ് ഇടയാക്കണമേ. ഒരു അഭിഷേകത്തെ, ഒരു ദൈവശക്തി അവർ മേൽ പകർന്നു കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവെ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. നിന്റെ കൃപയിൽ അവരെ പൊതിയണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. 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 ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം വേഗത്തിൽ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. താമസമില്ല തിരുസഭയെ, കാലം തീരാറായി ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ. താമസമില്ല തിരുസഭയെ, കാലം തീരാറായി ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ. അരികളെതിർത്തതിൽ അതിലേറ്റം ക്ഷീണിച്ചോ പ്രാവേ, ബിരുദ ലഭിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയെ. അരികളെതിർത്തതിനാലേറ്റം ക്ഷീണിച്ചോ പ്രാവേ, ബിരുദ ലഭിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ, പ്രതിഫലമേറ്റം പെരുകിടും ഭാഗവാസികളെ. കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ, പ്രതിഫലമേറ്റം പെരുകിടും ഭാഗവാസികളെ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ, മശികാരാജൻ നിൻ കൂടെ കോട്ടിലുണ്ടല്ലോ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ, മശികാരാജൻ നിൻ കൂടെ കോട്ടിലുണ്ടല്ലോ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം വേഗത്തിൽ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം വേഗത്തിൽ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം വേഗത്തിൽ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം വേഗത്തിൽ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം വേഗത്തിൽ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം വേഗത്തിൽ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം വേഗത്തിൽ. കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ, പ്രതിഫലമേറ്റം പെരുകിടും ഭാഗവാസികളെ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ
ക്ഷീണിച്ചിടരുതേ. മശിഹാരാജൻ നിൻ കൂടെ ബോട്ടിൽ ഉണ്ടല്ലോ. സഭേ, കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ. വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ. അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. God bless you. I bless you in Jesus' almighty.